നന്ദി കർത്താവേ, ഇന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്നല്ലോ. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ തിരുപ്രവർത്തിക്കായി ഞാൻ എല്ലാ മേഖലയ്ക്കകത്തും ദൈവം നമ്മളെ സാക്ഷ്യമാക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ഇപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ ഇന്ന് വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ഞാൻ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നല്ലോ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളാൽ ചെയ്യുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി വീര്യപ്രവൃത്തികളെ ദൈവം ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി സഹായം ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഇന്ന് കൃപ പെരുകുന്നതിനായി സ്തുതിക്കുന്നു. ആമേൻ. തുടർച്ചയായി നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം കേട്ടുവരുന്നു. റോമാ ലേഖനത്തിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഹിതത്തിന് വിരോധമായി ഉയരുന്നതിനെല്ലാം നമ്മൾ ഇടിക്കണമെന്ന് കേട്ടു, അല്ലേ? ആമേൻ. പിന്നെയും നമുക്ക് റോമാ ലേഖനം കേൾക്കാം. അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ അകത്താണ് നമ്മൾ കേട്ടുവരുന്നത്. 8 അധ്യായം വരെ ആയി. 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ സഹോദരന്മാരെ, 12-ാം വാക്യമാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ചു ജീവിക്കേണ്ടത്, നിങ്ങൾ ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ചു ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിപ്പിൻ. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ശ്രദ്ധിക്കുക, ജഡത്തിന്റെ പ്രവൃത്തി എന്ന് ഇന്നലെ ഞാനത് പറഞ്ഞായിരുന്നു. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിന്റെ അകത്ത് അപ്പോസ്തലനായ പൗലോസ് ലീഗ ആത്മാവിൽ പറയുന്നൊരു വാക്കുണ്ട്, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അവൻ ശ്രദ്ധിക്കുന്ന മുഴുവൻ മാനുഷിക ജ്ഞാനമാണ്. നോക്കിയ വാക്ക് കണ്ടോ? നാമോ ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയതിനെ അറിയുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്, ദൈവത്തിലുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല. അപ്പം നമ്മൾ ജഡം എന്ന് പറയുമ്പോൾ പാപ സ്വഭാവം മാത്രമല്ല, പ്രാകൃത മനുഷ്യൻ, അതായത് നാച്ചുറൽ മാൻ കൊടുത്തേക്കുന്നത്. നാച്ചുറൽ മാൻ, ഈ മനുഷ്യന്റെ പ്രത്യേകത, ഈ ഒരു വ്യക്തിയുടെ പ്രത്യേകത മാനുഷികമായി നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. അതായത് കാണുന്നതും കേൾക്കുന്ന റിയാലിറ്റിയിൽ നമ്മളെ ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിക്കും. ആമേൻ. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ പോലെയാണ്. ഈ ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്തല്ല. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്യം പറയല്ലോ, ഈ ലോകത്തിന് അനുരൂപരാകാതെ. നമ്മൾ ഇതിനെ പറഞ്ഞ് അവസാനം ആളുകൾ ഇതിനെ വല്ലാത്തൊരു രീതിയിട്ടുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാന്ന് പറയും. ഇതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, ലോകത്തിന്റെ സിസ്റ്റം. ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഇവിടെ മനുഷ്യനാണ് കൺട്രോൾ മൊത്തം. മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്താണ് കൺട്രോൾ മൊത്തം. മനുഷ്യൻ ജീവിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ജീവിക്കുന്ന ഒരു കാലചക്രമുണ്ട്, ഇതനുസരിച്ചാണ് ഇവൻ പോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിധി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. വിധി, അവന്റെ വിധിയായിരിക്കാം, ഭാഗ്യമായിരിക്കാം എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയില്ലേ. ഒരു അനുഗ്രഹം വന്നാൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു നന്മ വന്നാൽ ഞാൻ പറയാം അവൻ ഭാഗ്യവാനാണ്. പകരം അവൻ്റെ ജീവിതത്തിൽ തിന്മ വന്നാൽ നമ്മൾ പറയാം അവൻ്റെ വിധിയാണ്. കണ്ടോ? ഇപ്പൊ 2 വാക്കുകളാണ് മനുഷ്യൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് ഭാഗ്യം, 2 വിധി. ഇത് രണ്ടും ബൈബിളിലില്ല.
ബൈബിളിൽ ഈ രണ്ട് വാക്കുകളില്ല. ബൈബിളിലുള്ള ഒറ്റ ഒരു വാക്യം എന്ന് പറഞ്ഞാൽ വിധി എന്നുള്ള വാക്കില്ല, പകരം അവൻ്റെ ഭാഗ്യം എന്നുള്ള വാക്കില്ല, പകരം ഒറ്റ വാക്കേ ഉള്ളൂ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ. കണ്ടോ? ആമേൻ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഭാഗ്യവാന്മാരല്ല, പകരം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ബ്ലെസ്സഡ് ആണ്. ആമേൻ. ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ എന്താ സംഭവിക്കുക? ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. ജഡത്തെ അനുസരിക്കുക. അപ്പം ജഡത്തെ എങ്ങനെയാണ് അനുസരിക്കുന്നത്? ജഡത്തിൻ്റെ പ്രത്യേകത ഇവിടെ 1 കൊരിന്ത്യർ 2-ാം വാക്യത്തിൽ പറയുന്നു, മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല. അപ്പം മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനം, മാനുഷിക ജ്ഞാനം. അപ്പോൾ റോമാലേഖനം ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു. റോമാലേഖനം എന്ന് പറഞ്ഞാൽ പൗലോസ് ശ്ലീഹ നേരിട്ട് വന്ന് സ്ഥാപിക്കപ്പെട്ട സഭയല്ല. അപ്പോസ്തലന്മാരുടെ ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് പൗലോസ് ശ്ലീഹായുടെ വചനങ്ങളും ലേഖനങ്ങളും ദൈവം തനിക്ക് കൊടുത്ത വെളിപ്പാടുകളും ഒക്കെ ഷെയർ ചെയ്ത് വളർന്ന ഒരു സഭയാണ് റോമാലേഖനം. പക്ഷേ പൗലോസ് ശ്ലീഹ തുടക്കത്തിലേ പറഞ്ഞുകൊണ്ട് കുറേ ആഗ്രഹിച്ചു അങ്ങോട്ട് വരാൻ വേണ്ടി, പക്ഷേ കഴിഞ്ഞില്ല. നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ നല്ല എരിവുള്ളവരാ. അപ്പോൾ അവിടെ ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ദുരുപദേശം, നുഴഞ്ഞു കയറിയ ദുരുപദേശങ്ങളുണ്ടായി. അപ്പം ഇതിനെതിരെ പൗലോസ് ശ്ലീഹ പലവട്ടം സംസാരിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് മാനുഷിക ജ്ഞാനം. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ മനുഷ്യൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്തു നിന്നും ബൈബിൾ പറയുന്നു, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ. അപ്പം ശരീരത്തിൻ്റെ അകത്ത് പ്രവൃത്തിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിതിനെ പാപ സ്വഭാവം മാത്രമാണ് കാണുന്നത്. പാപ സ്വഭാവം, ഈ ഒരു എൻ്റെ ഉള്ളത്തിൽ ഒരു പാപ ചിന്ത വരുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിന് എന്ത് ചെയ്യുന്നു, അങ്ങനെയല്ല. ഇത് മാത്രമല്ല, പകരം പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ മാനുഷിക ജ്ഞാനം പൊങ്ങി വരും. ഈ ലോകത്തുമായിട്ട് താരതമ്യപ്പെടുത്തുവാൻ വേണ്ടി, നമ്മളെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി, അതിൽ നമ്മളെ ലോക്ക് ചെയ്തിടാൻ വേണ്ടി എന്ത് ചെയ്യും? പ്രേരണകളുണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു രോഗം വന്നു, ഉദാഹരണമാണ്. ആ രോഗം വന്നു കഴിയുമ്പോഴേക്കും ഈ രോഗം ശരീരത്തിൽ പ്രവേശിച്ചത് വേദനയായിട്ടും അത് ബുദ്ധിമുട്ടായിട്ടും നടുവേദന എന്തും ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്തിൽ അത് വേദനയായി നിൽക്കുമ്പം ഡോക്ടർ പറഞ്ഞു കിട്ടുണ്ടായിരിക്കും. നമ്മൾ എത്രയോ സാക്ഷ്യം കണ്ടല്ലേ, മുട്ടിൻ്റെ കാര്യത്തിൽ അത് തേയ്മാനമാണ്, നടുവിൻ്റെ കാര്യത്തിൽ തേയ്മാനമുള്ളവരുണ്ട്, ഡിസ്കിൻ്റെ തേയ്മാനം ഉണ്ടായിരുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് ജീവിതകാലം മുഴുവൻ പെയിൻ കില്ലറും കഴിച്ചു ജീവിക്കേണ്ടി വരും, അല്ലേ? അപ്പം അങ്ങനെ പെയിൻ കില്ലറുമായിട്ട് ജീവിച്ചുകൊണ്ട സമയത്താണ് ആരോ ഒരു പ്രെയർ ലിങ്ക് അയച്ചു കൊടുത്ത് നിങ്ങൾ സൂമിൽ കയറാൻ തുടങ്ങി, നിങ്ങൾ വചനം കേൾക്കാൻ തുടങ്ങി. തുടർമാനമായി വചനം. എന്താ വചനം കേട്ടത്? യേശു ക്രിസ്തു നിങ്ങളുടെ രോഗം വഹിച്ചു, കർത്താവിൻ്റെ മുറിവിൽ സൗഖ്യം വന്നു. അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. കാരണം ഡോക്ടർ നിങ്ങളുടെ നേരെ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ മുഖാമുഖം നിന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട്, നിങ്ങളുടെ എക്സ്റേ ഇതെല്ലാം കാണിച്ചുകൊണ്ട് പ്രൂവ് ചെയ്തിട്ടാണ് പറഞ്ഞു, പ്രൂഫുമായിട്ടാണ് സംസാരിക്കുന്നത്. തേയ്മാനമാണ്. അതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ ആ നടുവിലും കാലിനുമൊക്കെ വേദനയുണ്ട്. റിയാലിറ്റിയിൽ വേദനയുണ്ട്, റിയാലിറ്റിയിൽ സ്കാൻ റിപ്പോർട്ടുണ്ട്, റിയാലിറ്റിയിൽ എക്സ്റേ ഉണ്ട്, റിയാലിറ്റിയിൽ നീരുണ്ട്. എന്നാൽ ഒരാളെന്നുകൊണ്ട് പറയുവാണ്, ഒരു ബൈബിളിൽ ഒരു വാക്യം വെച്ചുകൊണ്ട് പറയുകയാണ്, യേശു ഈ രോഗം വഹിച്ചു. അപ്പോൾ നിങ്ങളിത് കേട്ടോണ്ടിരുന്ന സമയത്ത് നിങ്ങളത്തൊരു മാനുഷിക ജ്ഞാനം പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വിശ്വാസിക്ക് ഇങ്ങനെ എപ്പോൾ പറയും, ബ്രദറെ ഞാൻ 10 വർഷമായി 30 വർഷമായി വിശ്വാസം ജീവിച്ചെങ്കിലും നിങ്ങളുടെ അകത്ത് ഈ ജ്ഞാനം കിടപ്പുണ്ട്, ഈ അറിവ് കിടപ്പുണ്ട്. ഇത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാൻ നോക്കും? തടുക്കുവാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. അപ്പൊ ശരീരത്തിൻ്റെ അകത്ത് പ്രവർത്തികളെ സൃഷ്ടിക്കുവാൻ ഈ മാനുഷിക ജ്ഞാനത്തിന് കഴിയും. ഇതാണ് ജഡത്തിൻ്റെ പ്രവൃത്തി. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാം, വിഗ്രഹാരാധന, പക, പിണക്കം, ശാഠ്യം, നൊന്തപക്ഷം, ഇതെല്ലാം വരുന്നത് പോലെ തന്നെ അവിശ്വാസത്തെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ വചനം കേൾക്കാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾ വചനം കേൾക്കാൻ തുടങ്ങിയപ്പം നിരന്തരമായി ബ്രദർ പറയാൻ തുടങ്ങി, കൈവെക്ക്, എല്ലാ ദിവസവും പറയുന്ന രോഗികളുടെ മേൽ കൈവെക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ഈ ആക്ഷൻ ചെയ്യുകയാണ്, ആക്ഷൻ. അപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ ഈ കൈവെക്കുന്നത് കൊണ്ട് എന്താ പ്രത്യേകം? നിങ്ങൾ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? മർക്കോസിന്റെ 16 പറയുന്ന രോഗികളുടെ മേൽ കൈവച്ചാൽ നിങ്ങൾ അനുസരിക്കുകയാണ് ദൈവത്തെ. കണ്ടോ?
ഒരു വചനത്തിന്റെ ആക്ഷൻ ചെയ്യുമ്പം നാം ദൈവത്തെ അനുസരിക്കുന്നു, അഥവാ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവിനാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ദൈവപ്രവൃത്തിയെ അലോ ചെയ്യുന്നു. ഉടനെ പറഞ്ഞു, ബ്രദറെ, ഇപ്പൊ എനിക്ക് മുട്ടിന് വേദന ഇല്ല, ഇപ്പൊ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ഒത്തിരി സാക്ഷ്യം ദിവസവും കേൾക്കുന്നല്ലേ, ഞാൻ എടുത്തു പറയുന്നില്ല. അങ്ങനെ തേയ്മാനം മാറി, തേയ്മാനമായിരുന്നു പറഞ്ഞ് സൗഖ്യം പ്രാപിച്ച ആൾക്കാർ ഇപ്പൊ പ്രാർത്ഥന കൂടിയിട്ടുണ്ട്. ഇന്ന് തേയ്മാനമായിരുന്നു, പക്ഷേ ഡോക്ടർ അങ്ങനെ പറഞ്ഞതാണ്, വർഷങ്ങളായ രോഗമായിരുന്നു, എന്നാൽ ഇപ്പൊ എനിക്ക് വേദന മാറിയെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ സൂമിലുണ്ടോ? അന്ന് സാക്ഷ്യം പറഞ്ഞവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു. തേയ്മാനങ്ങളും ആ ബുദ്ധിമുട്ടുകളും മുട്ടിന്റെ പ്രശ്നങ്ങളും നടുവിന്റെ പ്രശ്നങ്ങളും ഒക്കെ സൗഖ്യമായെന്ന് പറഞ്ഞവര് ഉണ്ട് ബ്രദർ, എനിക്ക് സുഖമുണ്ട്. ആമേൻ. ഉണ്ട് ബ്രദറെ. നിങ്ങൾക്ക് എല്ലാം മാറി വരാം. അതെ. ആമേൻ. കേട്ടെ, ഇവരെല്ലാം വേദന മാറി കിട്ടിയത്. അപ്പൊ ഇത് തേയ്മാനമുള്ളവരും ഇപ്പൊ എന്താ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് പറഞ്ഞാല്, അപ്പൊ നിങ്ങൾ എല്ലാവരും അനുഭവിച്ചവരാണ്. കണ്ടോ, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാൻ കാരണം എന്തുവാ? നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജഡത്തെ ഇത്രയും ദിവസം അനുസരിച്ചു. രോഗം ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടപ്പിറപ്പാ, ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞു ഇത് ജീവിതകാലം മുഴുവൻ. ഇതിനെ ലോകത്തിന്റെ ജ്ഞാനമെന്ന് പറയും. ലോകത്തിന്റെ സിസ്റ്റത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്തു? ആത്മാവിനാൽ അതിനെ മരിപ്പിച്ചു. എങ്കിലോ, നിങ്ങളെ വാക്ക് കണ്ടോ, ആത്മാവിനാൽ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. കണ്ടോ, യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ജീവനാണ് അവിടെ സൗഖ്യമായിട്ട് മാറിയിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാണ്. ആമേൻ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാണ്. ആമേൻ. അപ്പൊ ആരാ ദൈവാത്മാവ് നടത്തുന്നവര്? ദൈവാത്മാവ് നടത്തുക എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിനെ അനുസരിക്കുന്നവർ. അതായത് ഇനി നമുക്ക് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുക, മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിവായി വരുന്നു. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. കണ്ടോ, അതുകൊണ്ട് അവന് ഭോഷത്വമായി തോന്നുന്നു, ആത്മീയനും അതിനെ വിവേചിക്കുന്നു. അപ്പൊ പ്രാകൃത മനുഷ്യൻ, അതായത് നാച്ചുറൽ മനുഷ്യൻ, ലോക മനുഷ്യൻ, ഇപ്പൊ നിങ്ങൾ പോയിട്ട് പറയുകയാണ് യേശുക്രിസ്തു വീണ്ടും വരും, കർത്താവ് ഞങ്ങളെ ചേർക്കാൻ വേണ്ടി വീണ്ടും വരും, യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം എന്ന് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ ആ വ്യക്തി പറയുക, പിന്നെ കർത്താവ് വരാൻ വേണ്ടി പോവല്ലേ? ആമേൻ. അപ്പൊ ആ വ്യക്തി അതിനെ തിരസ്കരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉപദേശം മാനുഷിക പ്രാകൃത മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? അതിനെ ഏറ്റെടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഏറ്റെടുത്തു, രക്ഷിക്കപ്പെട്ടു, തീർന്നില്ല പ്രിയരെ. ഇവിടെയാ പ്രശ്നം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസി പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നില്ല. ശ്രദ്ധിച്ചോണേ, പരിശുദ്ധാത്മാവിനെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വ്യക്തി 1-ാം ഘട്ടം മാത്രമേ അനുസരിക്കുന്നുള്ളൂ. 2-ാം ഘട്ടം മുതൽ തിരസ്കരിക്കുക. എന്താ തെളിവ്? ഞാൻ പറഞ്ഞുതരാം. ബൈബിൾ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണണം, നിങ്ങളത് അനുഭവിക്കണം, അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. അപ്പൊ ഇത് വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ആത്മാവിനാൽ നടക്കുന്നുവെങ്കിൽ. കണ്ടോ, അപ്പൊ പരിശുദ്ധാത്മാവിനാലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് പത്രോസ്ലീഹ പറഞ്ഞത്, അനുഗ്രഹം അനുഭവിക്കുവാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. കണ്ടോ, എന്നെ കർത്താവ് വിളിച്ചത് തന്നെ തകരാൻ വേണ്ടിയല്ല, നശിക്കാൻ വേണ്ടിയല്ല, ഒറ്റപ്പെടാൻ വേണ്ടിയല്ല, തീർന്നു പോകാൻ വേണ്ടിയല്ല, അനുഗ്രഹം അനുഭവിക്കാൻ. പക്ഷെ ഞാനിപ്പോ അനുസരിക്കുന്ന ദൈവാത്മാവിനെ അല്ല. ബ്രദറെ, ഞാൻ എല്ലാ സൺഡേയിലും പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, വെള്ളിയാഴ്ചകളിൽ ഉപവസിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, സ്വത്രാഴ്ച കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് നോക്കിയേ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മകൾ നിറയും. എന്താ കാരണം? ബൈബിൾ പറയുന്നു, നമ്മൾ പോലും അറിയാതെ മാനുഷിക ജ്ഞാനം, അവന് പറഞ്ഞുകൊണ്ട് മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ, ആത്മാവ് ഉപദേശിക്കുന്ന. അപ്പൊ ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. അത് ആത്മീയന്മാർക്ക് തെളിവായി വരുന്നു. അപ്പൊ നമ്മൾ ആത്മീയമായിട്ട് എന്ത് ചെയ്യണം? അതിനോട് പ്രതികരിക്കണം. ഹല്ലേലൂയ.
ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞാല് നമ്മളിപ്പം നമ്മൾ ജീവിക്കുന്ന നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റം നമുക്കുണ്ട് അല്ലെ? ഗവൺമെന്റ് സിസ്റ്റം നമുക്കുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് സിസ്റ്റത്തെ നമ്മൾ അനുസരിക്കുന്നുണ്ട്. ഞാൻ ഇന്നാള് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം എന്താ പറയുന്നത്, ഞാൻ എപ്പോഴും പറഞ്ഞ ഉദാഹരണം പറയുകയാണ്. ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നുണ്ട്, ലൈസൻസ് ഉണ്ടെങ്കിലേ വണ്ടി ഓടിക്കാവുള്ളൂ. ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാർ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച വണ്ടിയാണ്, നിങ്ങൾ സ്വന്തം അധ്വാനം കൊണ്ട് മേടിച്ച വണ്ടിയാണ്. പക്ഷെ ആ വണ്ടി ഓടിക്കണമെങ്കിൽ ഗവൺമെന്റ് പറയുകയാണ് ലൈസൻസ് നിർബന്ധമാണ്. നിങ്ങൾ പറയും ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട്, എല്ലാ മാസവും EMI അടയ്ക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് പറയുന്നു ഇത് ചെയ്യണം. അപ്പൊ ആരോ വന്നിട്ട് പറയും എന്തിനാ നിങ്ങൾ ഗവൺമെന്റിനെ അനുസരിക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടല്ലോ, സ്വന്തമായിട്ട് ഇൻഷുറൻസ് അടയ്ക്കാൻ പൈസ ഉണ്ടല്ലോ, ടാക്സിന്റെ പൈസ ഉണ്ടല്ലോ, പിന്നെ എന്തിനു നിങ്ങൾ ഗവൺമെന്റിനെ അനുസരിക്കുന്നു എന്നൊരു വ്യക്തി പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തി പറയുന്നത് കൈക്കൊള്ളുമോ ഇല്ലയോ? എന്തുകൊണ്ട് നിങ്ങൾ കൈക്കൊള്ളുന്നില്ല? കാരണം അയാൾ പറഞ്ഞ കറക്റ്റ് അല്ലേ? നിങ്ങളുടെ സ്വന്തം കാശ് കൊണ്ടല്ലേ, ഗവൺമെന്റിന്റെ പൈസ കൊണ്ടല്ലല്ലോ കാറ് മേടിച്ചത്, ഗവൺമെന്റിന്റെ പൈസ കൊണ്ടല്ലല്ലോ ടാക്സ് അടച്ചത്, ഗവൺമെന്റിന്റെ പൈസ കൊണ്ടല്ലല്ലോ നിങ്ങൾ ഇൻഷുറൻസ് അടച്ചത്, ഗവൺമെന്റ് അല്ലല്ലോ നിങ്ങൾക്ക് ചെലവിന് തരുന്നത്, ഗവൺമെന്റ് അല്ലല്ലോ നിങ്ങളുടെ കുടുംബം നോക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിന് ഗവൺമെന്റിനെ അനുസരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു സിസ്റ്റം, നിങ്ങൾ ആയിരിക്കുന്നത് ഒരു രാജ്യത്തിലാണ്, നിങ്ങളുടെ വീടിരിക്കുന്നത് ഒരു രാജ്യത്തിലാണ്, നിങ്ങളുടെ കുടുംബം ഇരിക്കുന്ന ഒരു രാജ്യത്തിലാണ്, നിങ്ങളുടെ മക്കൾ ജീവിക്കുന്നത് ഒരു രാജ്യത്തിലാണ്, അവർ പഠിക്കുന്നത് ഒരു രാജ്യത്തിലാണ്. ആ രാജ്യത്തിന്റെ അകത്താണ് നിങ്ങളുടെ വീട്. ഹല്ലേലൂയ. ആ രാജ്യത്തിന്റെ നിയമത്തിന്റെ അകത്താണ്. നിങ്ങൾ മറന്നു പോകരുത്. ഇതേപോലെ രക്ഷിക്കപ്പെട്ട വിശ്വാസി ഇരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല, ദൈവരാജ്യത്തിലാണ്. അപ്പൊ ദൈവരാജ്യത്തിലെ സിസ്റ്റം എന്താണ്? പരിശുദ്ധാത്മാവാകുന്ന കർത്താവിനെ അനുസരിക്കുക. ഇപ്പൊ നമ്മൾ ജീവിതത്തിൽ പ്രശ്നം വരുന്നു, പെട്ടെന്ന് ഒരു മനസ്സിന്റെ അകത്ത് ഒരു വിഷയം വരുന്നു. ഞാനിപ്പോ രോഗസഭയൊക്കെ അങ്ങ് എടുക്കുവാണേ, ഉദാഹരണം മറ്റൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാ. പെട്ടെന്ന് രോഗം പെട്ടെന്ന് നിങ്ങൾ സ്കാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് വന്നു, അത് ചെക്ക് ചെയ്തപ്പോഴേക്കും എന്താ പറയുക, നോക്കിയപ്പോഴേക്കും രോഗം ഉണ്ടെന്ന് കണ്ടു. നമുക്ക് പാനിക്കായി, ടെൻഷൻ വന്നു, ഭാരം വന്നു, ഭയം വന്നു, പെട്ടെന്ന് മരണഭയം, ഇതെല്ലാം ഓൾറെഡി ഞാൻ പല കോട്ടകൾ അപ്പം തന്നെ വന്നു. ഭയം, ഭരണം, എല്ലാ ചിന്തകളും ആ നിമിഷം തന്നെ നിങ്ങളുടെ അകത്തോട്ട് കയറി വന്നു. ഇത് വന്ന ഉടനെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഭാരം കയറി, പ്രയാസം കയറി, ബുദ്ധിമുട്ട് കയറി, ദുഃഖം കയറി. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ആരോ ഒരു ഉപദേശിയോ പ്രാർത്ഥനക്കാരനോ വന്നിട്ട് നമ്മോട് പറയാം, സഹോദരി, വരുന്നയാളെ ശ്രദ്ധിക്കണേ. വരുന്നയാൾ വന്നിട്ട് പറയുക, യേശു എന്തിനാ ഭയപ്പെടുന്നത്? ചിലപ്പോൾ നമ്മൾ തളർന്നിരിക്കുമായിരിക്കുവേ, ബ്രദറോ സിസ്റ്ററോ ആരും ആയിക്കോട്ടെ വന്നിട്ട് പറയുക, അല്ലെങ്കിൽ കൂട്ടു വിശ്വാസി പറയുക, സഹോദരി എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? കർത്താവ് യേശുവിന്റെ അടിപ്പിണരാൽ നിങ്ങളുടെ രോഗം മാറും. ആ വ്യക്തി എന്തിനെ ബലപ്പെടുത്തുന്നു നിങ്ങളെ? കാര്യം ആ വ്യക്തിയും നിങ്ങളും ഒരു രാജ്യത്തിന്റെ അകത്താണ്. ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തിൽ രോഗികളല്ല, ആരോഗ്യവും സൗഖ്യമുള്ള രാജ്യമാണ്. അത് അവകാശമാണ് നിങ്ങളെ. കണ്ടോ? അപ്പൊ വിശ്വാസി മനസ്സിലാകണം, ഞാൻ ഇരിക്കുന്നത് ഒരു ദൈവരാജ്യത്തിലാണ്. ഈ ദൈവരാജ്യത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്. കണ്ടോ? കാറ് മേടിച്ചതുകൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ല പ്രിയര്, ലൈസൻസ് വേണം. രക്ഷിക്കപ്പെട്ട വിശ്വാസി തിരിച്ചറിഞ്ഞോണം, ഞാൻ ഇരിക്കുന്ന രാജ്യത്തിന്റെ പ്രത്യേകത ഇവിടെ അനുഗ്രഹമാണ്, ഇവിടെ നാശമല്ല ഉയർച്ചയാണ്, ഇവിടെ തകർച്ചയല്ല ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പൊ ഈ സിസ്റ്റം നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ ഇരുന്നു കൊണ്ട് നാം ജഡത്തെ അനുസരിക്കുമ്പോൾ, ജഡമെന്ന് പറഞ്ഞാൽ പ്രാകൃത മനുഷ്യൻ, ഇതാണ്. നിങ്ങൾ വചനം പഠിക്കണമെന്നും വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കണമെന്നും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാക്കുകൊണ്ടോ, നിങ്ങൾ തമ്മിൽ പ്രബോധിപ്പിച്ചും. ആ വാക്കുകൊണ്ടോ ബൈബിൾ പറയണം നല്ല പറഞ്ഞേക്കരുത്. പരസ്പരം കാണുമ്പോൾ വചനം പറയണം നല്ല പറയുന്നത്, പ്രബോധിപ്പിക്കണം. എന്താ ഈ പ്രബോധനം എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും പറയാൻ പറ്റും നല്ലൊരു മലയാളം? എന്താ പ്രബോധനം?
ഉപദേശിക്കുക. ഉപദേശിക്കുക എന്നാണോ? ഉപദേശിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഉപദേശം, ഉത്തേജിപ്പിക്കുക. പ്രോത്സാഹിപ്പിക്കുക, ആത്മീക വർധന, ആത്മീയ നല്ല വർധന, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആത്മീയ വർധന, ഉത്തേജിപ്പിക്കുക, ബോധ്യപ്പെടുത്തുക, ആത്മീയ വർധന, പഠിപ്പിക്കുക. പറഞ്ഞ് മനസ്സിലാക്കി ബോധം വരുത്തുക, ബോധം വരുത്തുക. നിങ്ങൾ കേട്ടെ ശ്രദ്ധിച്ചു നോക്കിയോണേ. ആ വചനം അതിന്റെ കറക്റ്റ് വ്യാഖ്യാനത്തെ എന്ത് ചെയ്യുകയാണ്? പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഒന്ന് തിമോത്തിയോസിന് എനിക്ക് റീദാസ് ഒരു വാക്യം കാണിച്ചല്ലേ. 1 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പൗലോസ് പറയാം, നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും മറ്റു വിശ്വാസിക്ക് മാതൃകയാകണം. അടുത്തത്, ഞാൻ വരുവോളം പൗലോസ് ലീഗ പറയുകയാണേ, ഞാൻ വരുവോളം ബൈബിള് വായിക്കണം. കണ്ടോ? രാവിലെ ഇരുന്നുകൊണ്ട് സൂമിൽ ഇരുന്നുകൊണ്ടും യൂട്യൂബിൽ ഇരുന്നുകൊണ്ടും ബൈബിൾ വാചനം കേൾക്കാനല്ല പൗലോസ് ലീഗ കേൾക്കുന്ന നല്ലതാണ് കേട്ടോ. തെറ്റ് ചിലരുണ്ട്. ഇപ്പൊ പുതിയൊരു ട്രെൻഡാണ്, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ യൂട്യൂബിൽ വചനം കേൾക്കുന്ന ട്രെൻഡുണ്ട് ഇപ്പൊ ആൾക്കാർ. വിശ്വാസികളുടെ പുതിയൊരു പരിപാടിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് കാണുന്ന എല്ലാ ദൈവദാസന്മാരുടെയും വചനം കേട്ടോണ്ടിരിക്കും. ബൈബിള് വായിക്കത്തില്ല. ശ്രദ്ധിച്ച്, ബൈബിള് വായിക്കത്തില്ല. പൗലോസ് ലീഗ പറയും, എന്തിനാ ഈ വായിക്കണമെന്നറിയാവോ? വായിക്കുമ്പോൾ ഞാനൊരു രാജ്യത്തിന്റെ നിയമം മനസ്സിലാക്കുക. കണ്ടോ? രാജ്യത്തിന്റെ നിയമം മനസ്സിലാക്കുക. ഈ രാജ്യത്തിന്റെ അകത്ത് എന്തൊക്കെ എനിക്കുണ്ടോ, ബെനിഫിറ്റുകളുണ്ടോ, ആ രാജ്യത്തിന്റെ അകത്തുള്ള എല്ലാ ബെനിഫിറ്റുകളെയും ഞാൻ മനസ്സിലാക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രാകൃത മനുഷ്യന്റെ വചനമുണ്ട്. നോക്കിയേ, അത് മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല. അപ്പൊ നമ്മുടെ മനസ്സിന്റെ അകത്ത് ഈ മാനുഷിക ജ്ഞാനം കിടപ്പുണ്ട്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ എന്നാ കുഴപ്പം എന്ന് ചോദിക്കുന്നത് പോലെ ഈ ലോകം നമ്മളെ വിശ്വസിപ്പിക്കാൻ നോക്കുന്ന കുറേ മാനുഷിക വചനം നമ്മുടെ അകത്തുണ്ട്. ഇതിനെ തകർക്കണമെങ്കിൽ വചനം നിങ്ങളുടെ അകത്ത്, പ്രത്യേകിച്ച് പുതിയ നിയമം വായിക്കണം. ആമേൻ. നോക്കി, ഞാൻ വരുവോളം വായിക്കണം. 2, വായിച്ചാൽ മാത്രം പോരെ, പ്രബോധിപ്പിക്കണം. ഹല്ലേലൂയ. കേട്ടോണേ, വചനം വായിക്കണം. പ്രബോധനം, തെറ്റായ പ്രബോധനം. അതുകൊണ്ട് എന്താണ് പറഞ്ഞത്? കരഞ്ഞു പ്രാർത്ഥിച്ചാലേ ദൈവം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, നിലവിളിക്കണം. എന്നാലേ ഉള്ളു ദൈവം നമുക്ക് വേണ്ടി കഷ്ടതയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ. കഴിഞ്ഞ ദിവസം ആരുടെ പറയുന്നത് കേട്ടു, നമുക്ക് അനുഗ്രഹം വേണോ? അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കഷ്ടതയിലൂടെ കടന്നു പോകണം. അപ്പൊ അത് കേൾക്കുമ്പോൾ പാവം വിശ്വാസികൾ കൈയടിക്കുക, അനുഗ്രഹം വേണോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര പേര് ഉപദേശം കേട്ടിട്ടുണ്ട്? പ്രസംഗങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? ആരും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. എത്ര പേര് കൈയടിച്ചിട്ടുണ്ട്? എത്ര പേര് കൈയടിച്ചിട്ടുണ്ട്? നേരത്തെ കൈയടിക്കുമായിരുന്നു, ഇപ്പം ഇപ്പൊ കൈയടിക്കുന്നില്ല. അപ്പൊ ബ്രദറെ, അപ്പൊ ചോദിക്കുമ്പോ അവര് അവിടുന്ന് വചനം എടുക്കുമ്പോ സത്യമല്ലേ ബ്രദറെ? ഇനി നിങ്ങൾ ആദ്യം, അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ നിയമം നിങ്ങൾ വായിക്കണം. പുതിയ നിയമം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ലീഗ പറയുന്നൊരു വാക്കുണ്ട്, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ. നോക്കിയ വാക്കുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെയും ശകാരത്തിന് അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിപ്പിൻ. കണ്ടോ? അപ്പൊ ഇനി എന്തിനാ ഞാൻ കഷ്ടതയിലൂടെ കടന്നുപോയൊരു അനുഗ്രഹം? ഞാൻ അനുഗ്രഹമാണ്. ഗലാത്യ ലേഖനം 3-ാം വാക്യത്തിൽ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിനാണെന്നറിയാവോ? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികളായ നമുക്ക് വരേണ്ടത് എന്ന വാക്ക് കണ്ടോ? വാക്കുണ്ടോ? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം, ഗലാത്യർ 3:13, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എന്തിനാണെന്നറിയാവോ? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്തം വിശ്വാസത്താൽ പ്രാപിച്ചു. ഇപ്പൊ മനസ്സിലായോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന്റെ സൈൻ തന്നെ ഞാനൊരു അനുഗ്രഹമായിരിക്കുന്നു. യേശു ശാപമായെങ്കിൽ ഞാൻ അനുഗ്രഹമാണ്. യേശു ക്രിസ്തു മരത്തിന്മേൽ തൂങ്ങിയോ? തൂങ്ങി. കണ്ടോ?
അപ്പൊ ഇനി ആരെങ്കിലും പറയും അനുഗ്രഹം വേണോ, അതിനൊരു പ്രത്യേക ഒരു ട്യൂൺ ഉപയോഗിക്കും. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, കണ്ടോ? ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്, കഷ്ടതയുണ്ടെങ്കിൽ. എൻ്റെ പ്രിയരെ, ബൈബിളിൽ ഒരനുഗ്രഹങ്ങളും നിങ്ങൾ കഷ്ടപ്പെട്ട് മേടിക്കണ്ട. സ്വന്തം പുത്രനെ ആദരിക്കാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? റോമാലേഖനം 8-ാം വാക്യം. നമ്മൾ വരുന്നുണ്ട് അങ്ങോട്ട്, കണ്ടോ? 8:32. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് പിന്നെ അപ്പൊ നമ്മളെ പിന്നെയും കുടുക്കിയിടുക. ഇത് കേൾക്കും തോറും നിങ്ങൾ എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവിനെ തിരസ്കരിക്കുക, പ്രാകൃത മനുഷ്യന്റെ ഉപദേശം കൈക്കൊള്ളുക. കണ്ടോ? ഇതാ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെടും. അങ്ങനെയല്ലേ, അങ്ങനെയെങ്കിൽ കർത്താവ് കഷ്ടത. ഈ കഷ്ടതയല്ല എന്താണെന്നറിയുമോ? അനുഗ്രഹം. എൻ്റെ പ്രിയരെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് വിശ്വാസ ജീവിതത്തിന്റെ പ്രത്യേകത. അപ്പൊ അപ്പൊ ഈ കഷ്ടത എന്തുവാ? ഇവിടെയാണ് വിശ്വാസത്തിന്റെ ശക്തി. കാണുന്നതിനെ അല്ല, കാണുന്നതോ താൽക്കാലികം, ഇതെല്ലാം മായ. അപ്പൊ വിശ്വാസി എന്താ ബലപ്പെടേണ്ടത്? നോക്കിയേ, റോമാലേഖനം ദൈവാത്മാ നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. അടുത്ത വാക്യത്തിൽ പറയും, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസന്റെ ആത്മാവിനെ അല്ല, അഭ പിതാവിനെ നോക്കുന്ന പുത്രനെങ്കിലോ അവകാശം. നോക്കിക്കേ, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താൻ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അടുത്ത വാക്യം, നാം മക്കളെങ്കിലും അവകാശിയാകുന്നു. കണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ഒരു കുഞ്ഞ് ജനിച്ചു, ആണോ പെണ്ണോ ആയിക്കോട്ടെ. ആ കൊച്ച് നിങ്ങളുടെ വീടിന്റെ അകത്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ അനുഭവിക്കണമെങ്കിൽ എത്ര നാളെടുക്കും? എത്ര വർഷം ആ കൊച്ചു 100 വയസ്സ് വരെ കാത്തിരിക്കണോ? ആ ജന്മം കൊണ്ടേ അതെന്താണ്? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇനി അനുഗ്രഹം കിട്ടാൻ വേണ്ടി വല്ലതും ചെയ്യണോ നിങ്ങള്? വേണ്ട. അപ്പൊ ആരെങ്കിലും വന്ന് പറയുവാണ് ഈ കഷ്ടതയിലൂടെ, കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതാ, കഷ്ടതയിലൂടെ ചില കഷ്ടതകൾ ദൈവം തരുന്നത് എന്തിനാണെന്നറിയാവോ? നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ വേണ്ടി. പ്രിയരെ, അത് പോഷ്കാണ്. അനുഗ്രഹം തരാൻ വേണ്ടി എന്തിനാ ദൈവം കഷ്ടത തരുന്നത്? കണ്ടോ? ശ്രദ്ധിച്ചു കേട്ടോണം. അനുഗ്രഹം തരാൻ വേണ്ടി കഷ്ടത തരുന്നത് ദൈവമല്ല. പിന്നെ പഴയ നിയമത്തിൽ എന്തുകൊണ്ടാണ് ബ്രദറെ അങ്ങനത്തെ വചനങ്ങളൊക്കെ വന്നിരിക്കുന്നത്? പറയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ആദവും ഹവ്വായും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പാപനിമിത്തം അവർ തോട്ടത്തിൽ നിന്ന് അകറ്റപ്പെട്ടു. ഈ വ്യക്തിയോട് തമ്പുരാൻ പറഞ്ഞു, പിന്നെ വന്ന് നീ രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം യഥാസ്ഥാനപ്പെടും, റിസ്റ്റോറേഷൻ എന്നാ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ, കർത്താവ് നിന്റെ രക്ഷയാൽ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. അപ്പൊ രക്ഷയെന്ന് പറഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആകുക. ആദം ദൈവത്തിന്റെ പുത്രനായിരുന്നു. പഴയ നിയമത്തിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തുപോയ ഒരാളെയും ദൈവം മകനെ എന്ന് വിളിച്ചില്ല. നോക്കിയാൽ മതി. ദൈവം ആരെയും, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവം. ഞാൻ മോശ എൻ്റെ ദാസൻ, കണ്ടോ? യാക്കോബ് എൻ്റെ ദാസൻ, യോശുവ എൻ്റെ ദാസൻ, പ്രവാചകന്മാർ എൻ്റെ ദാസന്മാർ. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വന്നപ്പം പുത്രൻ എന്ന് വിളിച്ചു. എന്താ കാരണം? യഥാസ്ഥാനം വന്നു. ഈ വാക്ക് കണ്ടോ? മക്കളാണിപ്പം നിങ്ങൾ. അപ്പൊ മക്കളോട് വന്നിട്ട് പഴയ നിയമത്തിൽ ദാസനോട് പറയുന്ന വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടോ? നിങ്ങൾ ഈ വാക്യം കണ്ടോ? ആവർത്തന പുസ്തകത്തിൽ കണ്ടോ? നീ കട്ടത്തിലൂടെ കടന്നു പോയാൽ അനുഗ്രഹമുണ്ട്. കണ്ടോ? ബൈബിളിൽ തെളിവില്ലേ ബ്രദറെ? നിങ്ങൾ ഏതാ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം? ദാസന്റെ വചനങ്ങളാണ്. ദാസനോട് പറഞ്ഞ വചനങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ഇപ്പൊ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര കയ്യടിയാ. നിങ്ങൾ അവിടെ കിടന്ന് ആലേലിയ പറഞ്ഞ് അങ്ങ് ആരാധിച്ച് കയറുക. എൻ്റെ പ്രിയരെ, വഞ്ചിക്കപ്പെടരുതേ. ഇതാണ് തിമോഥീയോട് പൗലോസ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഞാൻ വരുമ്പോൾ നീ വായിച്ചു കൊടുക്കണം, ബൈബിള് വായിക്കണം. അടുത്തത് പ്രബോധനം വേണം. ആദ്യം ഇതും എല്ലാം ചാടി പിടിക്കരുത്. നമ്മളാണ് കാണുന്നതിനെല്ലാം ആരാധിച്ച് അങ്ങ് പിടിക്കുക. ഇപ്പൊ തിമോഥീയോസിനോട് പറയാം, തിമോഥീയോസ് ആദ്യം നീ ബൈബിള് വായിക്കണം, ഒന്നാമത്. രണ്ടാമത് പ്രബോധനം എന്ത് ചെയ്യണം? അടുത്തത് ഉപദേശം എന്നിവയിൽ ശ്രദ്ധിക്കണം. കണ്ടോ? ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ എന്താ ഗുണം? അടുത്ത വാക്യത്തിൽ പറഞ്ഞ മൂപ്പന്മാർ കയ്യിലപ്പോൾ കൃപാവരങ്ങൾ ഉപേക്ഷിച്ച് വിവരിക്കരുത്. അടുത്തത് കൃപാവരത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. നിന്റെ അഭിവൃദ്ധിക്കും എല്ലാം പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കുക. കണ്ടോ? സൂക്ഷിക്കുക.
ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എന്തിനാണ് ഈ സൂക്ഷിക്കുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ചെയ്താൽ നീയും നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ നീ രക്ഷിക്കും. എന്തിനാണ് സൂക്ഷിക്കുക, ഉറച്ചു നിൽക്കുക എന്ന് പറയാൻ കാരണം റോമാലേഖനം 8-ാം വാക്യത്തിൽ പറയുന്നു. ഹല്ലേലൂയ. നാം മക്കളെങ്കിലും അവകാശിയാകുന്നു, ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശിയും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിക്കണം. വാക്കുകൊണ്ടോ ഇപ്പൊ കഷ്ടത ഇല്ല എന്ന് ബ്രദർ പറഞ്ഞിട്ടതേ അവന്റെ കൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ കഷ്ടം അനുഭവിക്കണം എന്നൊരു വാക്ക് അവിടെ വന്നല്ലോ. അപ്പൊ എന്താണ് ഇവിടെ കഷ്ടത എന്ന് പറയുന്നത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കഷ്ടത എന്ന് പറയുന്നത് നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലത്തെ പറ്റി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഈ ജഡത്തിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്ന, അതാണ് തുടക്കം മുതൽ ഈ വാക്ക് മറന്ന പോലെ തുടക്കം മുതൽ പൗലോസ് പറഞ്ഞു എന്തുവാ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അടുത്ത വാക്ക് നോക്കിയേ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസനല്ല. അപ്പം ജഡം 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 എന്ന് പറഞ്ഞ എന്തുവാ, മാനുഷിക ചിന്തകൾ, പാപസ്വഭാവങ്ങൾ, ജഡത്തിൻ്റെതായിട്ടുള്ള ലോകത്തിന്റെ സിസ്റ്റം. ഇത് നമ്മുടെ മൽപ്പിടുത്തമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പം പ്രാർത്ഥനയ്ക്കകത്തിരിക്കുമ്പോൾ നമുക്കത് അവിശ്വാസം വരുന്നില്ലേ, പിറുപിറുപ്പുകൾ വരുന്നില്ലേ, സംശയം വരുന്നില്ലേ, സങ്കടം വരുന്നില്ലേ, നിരാശ വരുന്നില്ലേ, ബൈബിൾ വചനം കേൾക്കുമ്പോഴും മനസ്സ് പറയത്തില്ലയോ ഇത് നടക്കുവോ, സംശയങ്ങൾ വരുന്നില്ലേ. ഇത് മൽപ്പിടുത്തം നടക്കുക. ഇത്രയും പറഞ്ഞു വന്നിട്ട് പൗലോസ് പറയുകയാണ് അവനോട് കൂടെ തേജസ്കരിക്കപ്പെടണം, അവരുടെ കഷ്ടം അനുഭവിക്കണം. അപ്പം ഈ ഒരു കോൺഫ്ലിക്റ്റിനെ പറ്റിയാണ് പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജഡവും ആത്മാവും തമ്മിലുള്ള യുദ്ധം. ഇത് പറയുമ്പോൾ നമ്മൾ നേരെ കഷ്ടം എന്നൊരു വാക്ക് മാത്രം നമ്മൾ പിടിച്ചെടുക്കും. കഷ്ടം ഇത് മാത്രം നമ്മൾ പിടിച്ചിട്ട് എന്ത് ചെയ്യും? കണ്ടോ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീര് സാരമില്ല. ആർക്ക് സാരമില്ല? സാരമുണ്ട് പ്രിയരെ. ഞാൻ എന്തിനാ കരയുന്നത്? പറഞ്ഞു, ഞാൻ എന്തിനാ കരയുന്നത്? അടുത്തത്, ഈ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുയേശുവിൽ കൂട്ടവകാശിയാന്ന് ബൈബിൾ പറഞ്ഞിട്ട് ഞാൻ പറയാം കഷ്ടങ്ങൾ സാരമില്ല. തമ്പുരാൻ പറയുന്നു ധനവും മാനവും പുരാതന സമ്പത്തും സകല സമൃദ്ധിയും പ്രപഞ്ച സൃഷ്ടാവുമായ തമ്പുരാൻ പറയാം നീ എന്റെ കൂട്ടവകാശിയാ. ഞാൻ പറയുന്ന കഷ്ടം മതി, സാരമില്ല. കർത്താവ് പറയുന്നത് എങ്ങനെയാ ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്? നമ്മൾ പിന്നെ പറയാം കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീര് സാരമില്ല. അപ്പൊ നിത്യ തേജസ്സിലേക്ക്. അപ്പൊ ഇവിടെ പൗലോസ് ഉദ്ദേശിച്ച കഷ്ടതയെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ജഡത്തിന്റെ അകത്തുണ്ടാകുന്ന ഈ ബലപ്പെടുത്തമാണ്. അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോൾ ബൈബിൾ പറഞ്ഞ വാക്കുകൊണ്ടോ, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവിൻ. കണ്ടോ? അപ്പൊ ഈ കാലഘട്ടത്തിലെ കഷ്ടങ്ങൾ ഏതാ? സുവിശേഷം നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ 1. 2, നമ്മുടെ ജഡത്തിന്റെ അകത്തോ. ഇത് നിങ്ങൾ ആദ്യം മുതൽ വായിക്കണം. റോമർ 6-ാം വാക്യം മുതൽ തുടങ്ങുന്നതാ പൗലോസ്. ഇതാ ജഡത്തെ ക്രൂശിച്ചു, അതിന്റെ രാഗമോഹങ്ങളെ ക്രൂശിച്ചു. 7-ാം വാക്യത്തിൽ പറയുന്നത് ഞാൻ അരിഷ്ട മനുഷ്യൻ. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും പറഞ്ഞു ജഡത്തെ അനുസരിക്കുന്നത്. അപ്പം ഈ കോൺഫ്ലിക്റ്റ് പറഞ്ഞു വരുവാ പൗലോസ്. ഈ യുദ്ധം പറഞ്ഞു വരുക. എന്നിട്ടാ പറയുന്നത് ഈ കഷ്ടങ്ങൾ. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്തുവാ? ബ്രദറെ, എന്റെ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്, പൗലോസ് പറഞ്ഞല്ലോ കഷ്ടങ്ങൾ സാരമില്ല. കണ്ടോ, നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുക. എന്റെ പ്രിയരെ, അതിനോട് ബന്ധപ്പെട്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹം വിളിച്ചിരിക്കുന്നു. അപ്പൊ രോഗം വരും, ആൾക്കാർ പറയും കഷ്ടങ്ങൾ സാരമില്ല. കണ്ടോ, ഈ രോഗം മാറിയില്ലെങ്കിലോ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീര് സാരമില്ല. നിത്യ തേജസ്സിൽ ചെല്ലുമ്പോഴേക്കും അവിടെ ഉണ്ടല്ലോ രോഗമൊന്നും ഇല്ലല്ലോ. എന്റെ പ്രിയരെ, ഞാൻ ചോദിച്ചോട്ടെ, സ്വർഗത്തിൽ ചെല്ലുമ്പം അവിടെ നിങ്ങൾക്ക് രോഗമില്ലെങ്കിൽ എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ എന്തിനാ വില കൊടുത്തത്? സ്വർഗത്തിൽ രോഗമില്ല, അവിടെ സൗഖ്യവും ആരോഗ്യവും മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാ യേശു ഭൂമിയിൽ സൗഖ്യത്തിന് വേണ്ടി വില കൊടുത്തത്? അതിന്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ ഭൂമിയിൽ സൗഖ്യമാകണമെന്നല്ലേ അതിന്റെ അർത്ഥം? ആണോ അല്ലയോ? നിങ്ങളൊന്ന് പറഞ്ഞേ. അതെ. അപ്പൊ നമ്മൾ പറയുന്നു ഈ ലോകത്തിൽ കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കഷ്ടവും ആ കഷ്ടവും തമ്മിൽ എന്ത് ചെയ്ത് മിക്സ് ചെയ്ത് വിട്ടു. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ് കേട്ടോ. നമ്മൾ പാവം വിശ്വാസികള് നമ്മൾ കൈയെല്ലാം അടിച്ച് ആ പാട്ടൊക്കെ പാടി അങ്ങോട്ട് തിരിഞ്ഞു മറിയുമ്പം പിശാച് ചിരിക്കുക കേട്ടോ. നിങ്ങൾ അവകാശിയാണ് പ്രിയരെ, നിങ്ങൾ അവകാശിയാണ്. അപ്പൊ ജഡത്തെ ഞാൻ എന്ത് ചെയ്യണം? ജഡത്തെ ഞാൻ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കണം. ഹല്ലേലൂയ. അതിനെ മരിപ്പിക്കണം, നമ്മളെ മോർട്ടിഫൈ ചെയ്യണം.
സംശയങ്ങൾ പൊങ്ങി വരുമ്പോൾ, ഭാരങ്ങൾ പൊങ്ങി വരുമ്പോൾ, വചനത്തിന് വിരോധമായി വരുമ്പോഴേക്കും സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വിശ്വാസം പറയുന്ന, നല്ല വിശ്വാസം പറയുന്ന സഹോദരങ്ങളെയോ സഹോദരിമാരെ വിളിച്ചിട്ട് പറ, ബ്രദറെ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി ഒന്ന് ബലപ്പെടുത്തിക്കേ. കണ്ടോ? ഒന്നും കൂടെ മടിപ്പിക്കുന്നവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കരുത്. കണ്ടോ? തളർന്നു പോകുമ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ജഡത്തിന്റെ ചിന്ത നമ്മളെ വേട്ടയാടി പിടിക്കും. ഹല്ലേലൂയ, ആമേൻ. ഞാൻ പലപ്പോഴും ഓർത്തുണ്ട്, കർത്താവ് എല്ലാ ദിവസവും ദൈവം എന്തിനാണ് നമുക്ക് ഈ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്? നമ്മളെ ആത്മാവിൽ ബലപ്പെടുത്താൻ വേണ്ടിയാ, ശക്തിപ്പെടുത്താൻ വേണ്ടി. ചിലപ്പോൾ മാസത്തിൽ ഒന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തേനെ? കാറ്റ് കുത്തിയോട്ടെ ബലൂൺ പോലെ ഊതിപ്പോയനെ. ഹല്ലേലൂയ. അപ്പൊ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവത്തിന്റെ ദാസത്വത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിപ്പും എന്നുള്ള ആശയ്ക്കും മായയ്ക്കും കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ സർവ്വസൃഷ്ടിയും ഇതുവരെ ഒരേപോലെ ഞെരുങ്ങി ഈറ്റുനോവോടെ നാം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ നമ്മുടെ അകത്ത് ശ്രദ്ധിച്ചോണം. അപ്പൊ സുവിശേഷ നിമിത്തമുള്ളതും ഈ ജഡികമായിട്ടുള്ള സംഭവങ്ങളും ഇതിനെല്ലാം നമ്മുടെ പ്രശ്നവുമായിട്ട് കണക്ട് ചെയ്യരുത്. അപ്പൊ ഒരു വ്യക്തി ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അത് ഉടനെ എന്ത് ചെയ്യരുത്? ഈ കഷ്ടവുമായിട്ട് കണക്ട് ചെയ്യരുത്. അവിടെയാ പ്രശ്നം. അതിനെ ജയിക്കുവാൻ വേണ്ടിയാണ് കൃപ തന്നിരിക്കുന്നത്. ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനത്തിൽ 5-ാം വാക്യത്തിൽ പറയും, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമത്രേ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവരല്ലാതെ ആരാകുന്നത്? അപ്പൊ നമുക്ക് ജയിക്കാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. ഇനി ശ്രദ്ധിച്ചോണേ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വിശ്വാസി ശരിക്കും പുതിയ നിയമം വായിക്കണം. നന്നായി പുതിയ നിയമം വായിക്കണം. എനിക്കറിയാം, സങ്കീർത്തനമൊക്കെ കാണാപ്പാഠം പഠിച്ച് ഇങ്ങനെ ബലപ്പെട്ട് നിൽക്കാൻ എനിക്കറിയാം, നല്ലതാ കേട്ടോ. പക്ഷെ പുതിയ നിയമം വായിക്കണം. രണ്ടും രണ്ടാണ് പ്രിയരെ, രണ്ടും രണ്ടാണ്. മനസ്സിലാക്കിക്കോണം, രണ്ടും ഒന്നല്ല. ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ പഠിപ്പീരാണ്. രണ്ടും ഒന്നല്ല, രണ്ടും ഒന്നല്ല. പഴയ നിയമം വേറെ, പുതിയ നിയമം വേറെ. ഒരുമിച്ച് അത് ബൈൻഡ് ചെയ്തെന്നേ ഉള്ളൂ, ബൈൻഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും രണ്ടാണ്. അതെന്താ കാരണം? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസന്റെ ആത്മാവിനെ അല്ല എന്നൊറ്റ വാക്ക് മതി. സ്വപുത്രന്റെ ആത്മാവ്, ഇങ്ങനൊരു വാക്ക് പഴയ നിയമത്തിലില്ല. പഴയ നിയമത്തിൽ മുഴുവൻ നിങ്ങൾ മോശ എന്റെ ദാസൻ എന്നാ പറഞ്ഞത്. അതെന്നെ കർത്താവ് അങ്ങ് മോശയെ പുത്രനെ വിളിക്കാഞ്ഞത്? പുത്രനല്ലാത്തത് കൊണ്ടാണ്. അതിന് അബ്രഹാമിനെ ദൈവമേ അങ്ങ് മകനെന്ന് വിളിക്കാഞ്ഞത്? പുത്രനല്ലാത്തത് കൊണ്ട്. പാപം ചെയ്യുന്നവൻ ദൈവത്തിന്റെ മകനല്ല, വ്യക്തമായി ബൈബിൾ പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം പാപം നിമിത്തം അകന്നു പോയവരാ. ദാവീദ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് അറിയാവോ? സങ്കീർത്തനത്തിൽ, എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. നമ്മളെപ്പറ്റി ബൈബിൾ പറഞ്ഞ അമ്മയല്ല ഗർഭം ധരിച്ചിരിക്കുന്നത്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും നിലനിൽക്കുന്നതിനാലും ദൈവവചനത്താൽ അത്ര വീണ്ടും ജനിച്ചിരിക്കുന്നത്. റീത സൗരി വാക്കുമെല്ലാം കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുവാണോ? സ്തോത്രം, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏത് വാക്യം പറഞ്ഞാലും എനിക്കൊന്ന് പ്രൊജക്ടറെ വരുന്ന പോലെ കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. അനേകർക്കത് പകർന്നു കൊടുക്കുന്നതിന് നന്ദി. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് വലിയ ഹെൽപ്ഫുള്ളാണ്. റീത സൗകര്യം മാത്രമല്ല, പല സൗകര്യങ്ങളും നിമിഷ നേരം കൊണ്ട് കമ്പ്യൂട്ടർ പോലെ നിങ്ങൾ വചനം അപ്പം തന്നെ കാണിക്കുന്നുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്നു. നോക്കിക്കേ, സൃഷ്ടി. അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്തോണം, ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ എന്ന് പൗലോസ് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്ന്, ഇവരിത് പറയുന്ന കാലഘട്ടം സുവിശേഷ നിമിത്തം വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. ഒന്ന്. രണ്ടാമത്തത്, ദുരുപദേശങ്ങൾ കയറി സഭയെല്ലാം കലങ്ങിപ്പോയി. യഹൂദന്മാര് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് വന്നിട്ട് ഇവർ പറയുക, പയ്യ കൃപ മാത്രം പോരാ. പൗലോസ് പറയുന്നത് പോലെ പുതിയ നിയമം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, പരിച്ഛേദന വേണം, അഗ്രചർമ്മ പരിച്ഛേദന വേണം, ന്യായപ്രമാണം മൊത്തം അനുസരിക്കണം, മോശ പറഞ്ഞ കുറെ കൽപ്പനയുണ്ട്, ഇതെല്ലാം അനുസരിക്കണം, അത് പഴയ സംഭവം എല്ലാം കൊണ്ടുവരണം. അപ്പൊ ഇവർക്ക് കൺഫ്യൂഷൻ ആയിപ്പോ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം മൊത്തം വായിക്കുമ്പോൾ പൗലോസ് അവരെ കൺവിൻസ് ചെയ്യുക. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒന്ന്, സുവിശേഷ നിമിത്തമുള്ള എതിർപ്പുകളുണ്ട്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവസാനിപ്പിക്കാം, നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇപ്പോഴല്ല, ഞാൻ അതിന് അവസരം നിങ്ങൾ മെസ്സേജ് അയച്ചാലും മതി. സംശയങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. നിങ്ങൾക്കത് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രദ്ധിച്ച്, ഇപ്പം നിങ്ങൾ എന്നെ ഇന്ന് നമ്മൾ സൂം മീറ്റിംഗ് നടത്തി, ഇത് നിങ്ങൾ എന്നെ 10 വർഷം കഴിഞ്ഞായിരിക്കും കാണുന്നത്. ഞാനൊരു യാത്രയിലായിരിക്കും, മിഷണറി ട്രിപ്പില്ല, മൊബൈലില്ല, ക്യാമറയില്ല, ഒന്നുമില്ലെന്ന് വിചാരിച്ചു.
10 വർഷത്തിന് ശേഷം കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് കേട്ട ആ 2 മണിക്കൂറത്തെ ബൈബിൾ ക്ലാസ് മാത്രമേ കയ്യിലുള്ളൂ. ഞാൻ പോയ ശേഷം വേറൊരാളൊന്ന് പറയുക, ഇങ്ങനെയൊന്നും അല്ല സംഭവം കേട്ടോ. പുള്ളി യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. പക്ഷെ പുള്ളി പറയുക അങ്ങനെയൊന്നും അല്ല, നമ്മൾ എന്ത് ചെയ്യണം, കരയണം. കരഞ്ഞൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കട്ടത ഉണ്ടെങ്കിലേ ഉള്ളൂ. പൗലോസ് കറങ്ങി 10 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമ്പം സഭ മൊത്തം കറങ്ങി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അയ്യോ ഗലാത്യ സഭയെ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കണ്ടോ, ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തു നിങ്ങൾ പറിച്ചു നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയവൻ ആര്? ഇതൊക്കെ ചോദിക്കാൻ കാരണം മനസ്സിലായോ? 3 വർഷം കഴിഞ്ഞ് പൗലോസ് വന്നപ്പോഴേക്കും സഭ മൊത്തം ചിതറിപ്പോയി, ദുരുപദേശം കൊണ്ട് കയറി. അപ്പൊ ഇവരെല്ലാവരും എന്ത് ചെയ്തു? ഈ ഒരു ഭയങ്കര കൺഫ്യൂഷന്റെ അകത്ത് കിടക്കുക. ഇന്നത്തെ സഭ അത് തന്നെയാണ്, കൺഫ്യൂഷനാണ്. കാര്യം കറക്റ്റായിട്ട് പ്രവചിക്കുന്നുണ്ട് ആ ബ്രദർ. അപ്പൊ ഉപദേശം പറയുന്നത് എന്തുവാ? ഇവിടെയാണ് നമുക്ക് പ്രശ്നം. കൃപാവരം വെച്ചല്ല നമ്മൾ ഉപദേശം പഠിക്കേണ്ടത്, വചനം വെച്ചായിരിക്കണം. നമ്മുടെ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ വരുവോളം വായന, പ്രബോധനം ഇതെല്ലാം നീ ഫോളോ ചെയ്യണം. നോക്കിയേ, വായന, പ്രബോധനം, ഉപദേശം എന്നിവ ശ്രദ്ധിക്കണം. കുടുങ്ങിപ്പോകരുത്. ചിലരുടെ ജീവിതം പൊക്കോണ്ടിരിക്കുക, അവരിങ്ങനെ എന്താ പറഞ്ഞത്, ബന്ധിക്കപ്പെട്ടു. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഒറ്റ ജീവിതമേ ഉള്ളത് നമുക്ക്. എന്തിനാണ് ഈ കെട്ടപ്പെട്ട കഴുതയെ പോലെ ജീവിക്കുന്നത്? വാഴുവാനാണ് വിളിച്ചിരിക്കുന്നത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. അപ്പം നോക്കിക്കുക, അപ്പം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ ഈ വാക്യത്തിൽ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചു നോക്കിക്കോണം. നാം ദൈവത്തിന്റെ മക്കളും അവകാശിയുമാകുന്നു. അവകാശി. ഇനി എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുവാണ്, നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെ ഇത് പ്രാവർത്തികമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം ഒരു റിയാലിറ്റി മനസ്സിലാക്കണം. ഞാൻ ഇരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമമാണ് അനുഗ്രഹം. ഞാൻ ഇരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമമാണ് ആരോഗ്യവും സൗഖ്യവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതെല്ലാം ഇല്ലീഗലാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലീഗലാണ്. അപ്പൊ ഇല്ലീഗലായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മുടെ ലോഗോവായിട്ട് കണക്ട് ചെയ്യാം. ലൈസൻസ് ഇല്ലാത്തൊരു വ്യക്തി കാറ് മേടിച്ചു. ഒരാൾ വന്നിട്ട് പ്രോത്സാഹിപ്പിക്കുക, കാർ ഓടിക്കും, നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ, ലൈസൻസ് ഇല്ലേലും എന്നാ കുഴപ്പം? പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിങ്ങൾ പറയും അത് ശരിയല്ല, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ ശരിയാകത്തില്ല. കണ്ടോ, അതിന്റെ കാര്യം എന്തുവാ? ഈ രാജ്യത്തിന് അങ്ങനെയാണ്. ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. അപ്പൊ ഇത് നിയമമായിട്ട് നമ്മൾ, അതാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. കണ്ടോ, പുതിയ നിയമമാണ്, അപേക്ഷയല്ല. അപ്പൊ പുതിയ നിയമം എന്നുള്ളത് എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞ, ഭാരപ്പെടരുത്. അനുഗ്രഹം നിങ്ങളുടെ അവകാശമാണ്, ഇത് നിയമമാണ്. അങ്ങനെ പറഞ്ഞ് പഠിക്കണം. എൻ്റെ കുടുംബത്തിൽ സമൃദ്ധി, ആരോഗ്യം, ഉയർച്ച, സന്തോഷം, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കോശം നീതിമാന്റെ കൂടാരത്തിലുണ്ട്. അപ്പൊ ഇതെല്ലാം നിയമമാണ്. ഇത് പുതിയ നിയമമാകുന്നു. യേശു പറഞ്ഞില്ലേ, ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ആമേൻ. പുതിയ നിയമം ആകുന്നു. അപ്പൊ നിയമത്തിന്റെ അകത്തു നിന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുവാൻ? ഓരോ വചനങ്ങളും ഉപയോഗിക്കുവാൻ. കർത്താവേ, ഇത് നിയമമാണ്. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടായേ പറ്റത്തുള്ളൂ. എൻ്റെ ശരീരത്തിൽ അത്ഭുതം ഇങ്ങനെ വേണം ഫെയ്ത്തിനെ ഉപയോഗിക്കാൻ. എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നല്ല, ഇത് നിയമമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വിശ്വാസിയാണോ? യേശുവിനെ കർത്താവായി സ്വീകരിച്ച ആളാണോ? നിങ്ങളിപ്പോൾ നിയമത്തിലാണ്, ദൈവരാജ്യത്തിലാണ്. ഈ രാജ്യത്തിൻ്റെ അകത്ത്, നിയമത്തിൻ്റെ അകത്താണ് നിങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവർത്തികളെ ക്രൂശിക്കണം, മോർട്ടിഫൈ ചെയ്താൽ എന്നാൽ നിങ്ങൾ ജീവിക്കും. കണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. ഏത് വേണം? മരിക്കണോ ജീവിക്കണോ? തീരുമാനിക്കണം. എനിക്ക് നടന്നേ പറ്റത്തുള്ളൂ, എനിക്ക് യേശുവിൻ്റെ നാമത്തിൽ സാക്ഷ്യമായേ പറ്റത്തുള്ളൂ. ഇങ്ങനെ വേണം ഫെയ്ത്തിനെ യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? വായിക്കണം, ബൈബിള് വായിക്കണം. 2, പ്രബോധനം കേൾക്കണം. പ്രബോധനം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഞാനിത് അനുഭവിക്കേണ്ട ആൾ. നമ്മൾ തന്നെ കർത്താവ്, ഞാനിതെല്ലാം അനുഭവിക്കേണ്ട ആളാണോ? അതുകൊണ്ടാണ് അനാവശ്യമായ പ്രസംഗങ്ങൾ കേട്ട് തലയ്ക്കകത്ത് കയറ്റരുത്. ഇത് നിങ്ങളെ അപകടത്തിൽ കൊണ്ട് ചാടിക്കും. ഞാൻ പണ്ടൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി ഒരു ഓൾ നൈറ്റ് പറഞ്ഞു. ഞാൻ നിയോഗം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പലപ്പോഴും പോകാറില്ല.
ഇപ്പൊ കുറേ കൊല്ലമായി ഞാൻ പുറത്തങ്ങനെ വേറൊരു സഭയിൽ അങ്ങനെ വളരെ റെയറായിട്ടാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അപ്പം കാരണം വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ പ്രസംഗിച്ച് ഒരു ഓൺലൈൻ പ്രയറാണ്. അപ്പം എൻ്റെ ഒരു അവസരത്തിൽ സുവിശേഷം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്, ഇത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു, നിങ്ങൾ മക്കളാണ്, ഭയപ്പെടേണ്ട, ഭയം ദൈവത്തിൽ, ഇതെല്ലാം പറഞ്ഞപ്പോഴേക്കും ആ വ്യക്തി, ഞാൻ ഇരുന്നപ്പോൾ തന്നെ അടുത്ത വ്യക്തി എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഭയപ്പെടണം. അദ്ദേഹം പഴയ നിയമത്തിൽ കുറേ വാക്യങ്ങൾ, സാത്താൻ്റെ ഭയപ്പെടണം, കുറേ കാര്യങ്ങൾ എടുത്തിങ്ങനെ, അതിലും ജനം കൈയടിക്കുന്നു, നോക്കിയേ, അതും ജനം സ്വീകരിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഞാനത് കോർഡിനേറ്റ് ചെയ്ത പറഞ്ഞ ബ്രദറെ, ഒന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആൾക്കാരെ വിളിക്കുക. ഒരു പ്രസംഗനെ വിളിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നവരെ നിങ്ങൾ വിളിക്കുക. ഇല്ലെങ്കിൽ ഇതൊരു ഓളപ്പെരുപ്പമാണ്, നിങ്ങൾ ജനത്തെ വഞ്ചിക്കുന്നവരായി തീരും. കണ്ടോ, അവരെ നശിപ്പിക്കുക, അവരെ മരിപ്പിക്കുക, കൊല്ലുക. വിശ്വാസി മരിച്ചുകൊണ്ടിരിക്കുക, ജീവനിൽ വാഴണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പെടണം നിങ്ങൾ. അല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും. നാട്ടുകാർക്ക് നിങ്ങളൊരു ഇങ്ങനെ പറഞ്ഞ സൗണ്ട് പൊല്യൂഷനാണ്. നിങ്ങളുടെ ആരാധന നാട്ടുകാർക്കൊരു സൗണ്ട് പൊല്യൂഷനാണ്. പ്രശ്നക്കാരെപ്പോഴും ഇത് തന്നെ അവർക്കൊരു അനുഗ്രഹമാണ്. നിങ്ങൾ കണ്ടോ, അബ്രഹാമൊക്കെ ഒരു പട്ടണത്തിൽ നിന്ന് പോകുമ്പോഴേക്കും തൻ്റെ ഭാര്യ അടക്കം ചെയ്യുമ്പോഴേക്കും അവർ വിടുന്നില്ല അവിടെ അബ്രഹാമിനെ ഒന്നും. നമ്മളൊക്കെ അവിടെ നിന്ന് പോകാൻ വേണ്ടി ആൾക്കാർ പ്രാർത്ഥിക്കും, എന്നെ ഒച്ചയും ബഹളവാ. കണ്ടോ, അവരെ വിടുന്നില്ല. നോക്കിയേ, യാക്കോബ് തൻ്റെ ലാബാന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോഴേക്കും ലാബാൻ വിടുന്നില്ല. അമ്മായച്ചൻ ആയതുകൊണ്ടല്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവ നീ നിമിത്തം എന്നെ അനുഗ്രഹിച്ചു. കണ്ടോ, നീ എൻ്റെ മരുമോനായതുകൊണ്ടല്ല നീ പോവല്ലെന്ന് പറയുന്നത്, നീ ഇവിടെ ഉള്ളത് കൊണ്ട് യഹോവനെ അനുഗ്രഹിച്ചു. ഇങ്ങനെ നാട്ടുകാർ പറയണം. അയൽവക്കംകാർ നിങ്ങൾ താമസം മാറിപ്പോകുമ്പോൾ പറയണം, പോകരുതേ. ജോലി സ്ഥലത്ത് നിങ്ങൾ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ അവർ നിങ്ങളെ വട്ടം പിടിക്കണം, പോകരുതേ. കണ്ടോ, നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളാണ്. നമ്മൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? വായന, പ്രബോധനം, ഉപദേശം. ഹല്ലേലൂയ. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ പഠിക്കത്തില്ല, നമ്മൾ വളരത്തില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപ, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെ, രോഗത്താൽ ഭാരപ്പെടുന്നവരെ എല്ലാവരും ഒന്ന് കൈവച്ച് ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി എത്ര ദിവസം കൂടി ഉണ്ട് നമുക്ക്? പാസ്റ്റർ, ഒരു കാര്യം പറഞ്ഞിട്ടെ. പിന്നെ എൻ്റെ മരുമോന്റെ കയ്യിൽ ഒരു വളയുണ്ടായിരുന്നു. അത് പിന്നെ ഇപ്പൊ 3-4 ദിവസമായി കാണുന്നില്ല. എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊരു പ്രാർത്ഥന വിഷയമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. എനിക്കൊരു യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇത് അത്ഭുതകരമായി മടങ്ങി വരട്ടെ. ഞങ്ങളുടെ അധ്വാനം, സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരും. ഈ വചനം പറഞ്ഞോണം, അത് നഷ്ടപ്പെടത്തില്ല, മടങ്ങി വരും കേട്ടോ. നമ്മുടെ ആമേൻ, അത്ഭുതകരമായി തന്നെ മടങ്ങി വരും, തിരിച്ചു വരും. യേശുവേ നന്ദി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഇന്ന് എൻ്റെ കൂടെ സകല വിഷയത്തിന് വേണ്ടി ഞാനിപ്പോൾ നമ്മൾ ഒരുമിച്ച് കൽപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇനി 20 ദിവസവും കൂടെ ഉള്ളൂ നമുക്ക് നേരിൽ കാണുവാൻ. പ്രത്യേകിച്ച് ആദ്യ മീറ്റിംഗ് കണ്ണൂർ നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുന്നു. രണ്ടാമത് നമ്മൾ ട്രിവാൻഡ്രത്ത് മീറ്റ് ചെയ്യുന്നു. മൂന്നാമത് നമ്മൾ തൊടുപുഴ വെച്ച് സമാപന മീറ്റിംഗ് ആണ്. അപ്പം നിങ്ങളെല്ലാവരെയും കാണാൻ നമുക്ക് വർഷത്തിലൊരിക്കൽ ലഭിക്കുന്ന അവസരങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് കാണാം, ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ അനുഭവിക്കാം. നേരിൽ കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. കർത്താവിൻ്റെ നാമത്തിൽ വലിയൊരു ഓവർഫ്ലോ പരിശുദ്ധാത്മാവ് അവിടെ ചെയ്യും. ഭയങ്കരമായൊരു ഓവർഫ്ലോ ദൈവാത്മാവ് ചെയ്യും. വലിയ കൃപ കൊണ്ട് സ്വർഗത്തിലെ ദൈവം മൂടും. നമുക്ക് ഒരുമിച്ച് ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവരെ 31-ാം തീയതി കണ്ണൂർ ചൊവ്വാഴ്ച, 6-ാം തീയതി ഏപ്രിൽ മാസം തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് മീറ്റിംഗ് നടക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് പോസ്റ്റർ കാണാൻ പറ്റും. 10-ാം തീയതി ഏപ്രിൽ മാസം തൊടുപുഴയിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. സ്ക്രീനിൽ ഇതിൻ്റെ പോസ്റ്ററുകളുണ്ട്. പ്രയർ ലൈൻ നമ്പറുകളിൽ വിളിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. കർത്താവിൽ ശക്തിപ്പെടുക. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നുള്ളത്തെ കർത്താവ് പറഞ്ഞു, ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു മകനെ കർത്താവിന് തൊടുക. ക്രിസ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട തലമുറയുള്ള ഭവനം ഏതാണോ, ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. ബ്രദറെ, എന്റെ മോനാ ബ്രദറെ ക്രിസ്റ്റി. അതെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് ക്രിസ്റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നെ കർത്താവ് നവംബർ മാസം എടുത്തു കാണിക്കുക. ആമേൻ.
ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, വലിയൊരു വഴിത്തിരിവ് ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നേരിട്ട് ഞാൻ വരുന്നുണ്ട് സിസ്റ്ററെ, നേരിട്ട് കാണുന്നല്ല, നേരിട്ട് കാണാൻ പ്രാർത്ഥനയ്ക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം, വെർച്വൽ മീറ്റിംഗ് അല്ല, നേരിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ആരെങ്കിലും നമ്മുടെ വെർച്വൽ മീറ്റിംഗ് ആണെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്ല, നേരിട്ട് പ്രാർത്ഥിക്കുവാനും കാണുവാനും കർത്താവ് എന്നെ അയക്കുവാണ്. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. ഈ 3 സ്ഥലങ്ങളിലും കർത്താവിന്റെ നാമം. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് ചില ആൾക്കാർ പറഞ്ഞു പല ജില്ലയിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പുകളുണ്ടല്ലോ, ആ ഗ്രൂപ്പുകളിൽ നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഗ്രൂപ്പുകളെല്ലാം ഓപ്പൺ ചെയ്യും. പ്രയറിന് നേരത്തെ ഓപ്പൺ ചെയ്യാത്തത് ഈ തുരുതുരാന്ന് പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഓണാക്കി പിന്നെ ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും എനിക്കറിയത്തില്ല, ലോകത്തില്ലാത്ത എല്ലാ മെസ്സേജുകളും ഷെയർ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ. അതുകൊണ്ടാണ് ഗ്രൂപ്പുകൾ ഓണാക്കാത്തത്. ചിലർ എന്താ പറയുന്നത്, അതും ഇതുമെല്ലാം എനിക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഗ്രൂപ്പുകളൊക്കെ ഓപ്പൺ ആകാത്തത്. അപ്പോൾ വരും ദിവസങ്ങളിൽ പ്രെയർ അടുക്കുന്ന ടൈമിൽ ഗ്രൂപ്പുകളൊക്കെ ഓപ്പൺ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് വരാനൊക്കെ, ഇപ്പൊ ദൂരെ മറ്റൊരു ജില്ലയിൽ നിന്ന് ഒറ്റയ്ക്ക് വരാൻ കഴിയാത്തവര് സഹോദരന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം ബന്ധപ്പെടുക. അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് നമുക്ക് പരസ്പരം ആരെയും അറിയത്തില്ല. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് നിങ്ങൾ വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൈ കൊടുക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതൊരു വാണിംഗ് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പറ്റാത്തവർ വേണമെങ്കിൽ സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ സഹോദരിമാർ തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണക്റ്റ് ആകുക. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് പോകാനും വരാനും ഒക്കെ ഉപകാരപ്പെടുമല്ലോ. ഒറ്റയ്ക്ക് പോകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. അങ്ങനെ ഉള്ളവരുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൂരെ നിന്നൊക്കെ ഒറ്റയ്ക്ക് വരുന്നവരുണ്ടെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പുകളിൽ നിങ്ങൾ കണക്ട് ചെയ്യുക, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ പരിചയപ്പെടുകയൊക്കെ ചെയ്യുക. അങ്ങനെ പോകുന്നതാണ് നല്ലത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് ഒരുമിച്ച് കാണാം. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകളെ നമുക്ക് കാണാം. ഇന്ന് ദൈവമേ അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ ഉള്ളത്തെ കർത്താവ്, ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ വ്യക്തിയുടെ ഫോട്ടോ ആ ഭവനത്തിൽ വെച്ചിട്ടുണ്ട്. ഈ കയറി വരുമ്പോൾ തന്നെ ഒരു ഡോറിനോട് ചേർന്ന്, അതായത് ഞാൻ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് കൈ പൊക്കുന്ന, നമുക്ക് ലെഫ്റ്റ് കൈ പൊക്കി നേരെ ചൂണ്ടുമ്പോൾ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. അവിടെ അമ്മിണി എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഫോട്ടോ ആ ഭവനത്തിൽ വെച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ വിളിപ്പേരാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഫോട്ടോ ആ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ അമ്മച്ചിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു 7.5 വർഷം കർത്താവിൻ്റെ ഉള്ളത്തിൽ കാണിക്കുക. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവുക. പ്രത്യേകിച്ച് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് തലയ്ക്ക് മീതെ നിൽക്കുന്ന സകല പ്രതിസന്ധികളും ഇന്ന് അവിടുന്ന് ഇറങ്ങുക. ഏതാണോ ആ മാതാവിൻ്റെ ഭവനം, ഇപ്പോൾ തന്നെ ആ ഫോട്ടോ അടയാളമായിരിക്കുന്ന കുടുംബം ഏതാണോ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ കൃപ ഇന്ന് ആ ഭവനത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നു. നന്മ പറഞ്ഞു സിസ്റ്ററെ. എന്റെ വീട്ടിലാണ് മദറിൻലോയുടെ ഫോട്ടോയാണ്. അപ്പൊ ആ മദറിൻലോയുടെ ഫോട്ടോയുടെ കൂടെ അപ്പച്ചന്റെയും കൂടെ ഉണ്ട്. ഇരിക്കുന്ന പൊസിഷൻ അവിടെ തന്നെയാണ്. ഞാൻ അമ്മച്ചിയുടെ ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂ. ആ കേറി വരുമ്പോ മേളിലായിട്ട് കൈ പൊക്കുമ്പോ അവിടെ വെച്ചിട്ടുണ്ട്. ഉണ്ട്, കണ്ടോ? യേശുവിന്റെ. കുഴപ്പമില്ല, ഞാൻ അമ്മച്ചിയുടെ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ 7.5 വർഷം പുറകോട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ അകത്താണ് ഞാൻ കാണുന്നത്. ഈ അമ്മച്ചിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ കാണുന്നത്. അമ്മച്ചിയുടെ ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കാണുന്നത്. അത് നിമിത്തം കയറിക്കൂടിയത്. ഓ യേശുവേ, ഇന്ന് ആ ഭവനത്തിൽ ഞങ്ങൾ ഇറക്കി വിടുവാണ് കർത്താവിന്റെ നാമത്തിൽ. ഇന്ന് ആ കുടുംബത്തിൽ അമ്മച്ചിയുടെ തലമുറ, അതായത് സിസ്റ്ററുടെ ഭർത്താവ് അല്ലേ? അതെ, 2 മക്കളുണ്ട്. അമ്മച്ചിക്ക് 2 മക്കളെന്നാണോ അതോ? അല്ല, ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഓക്കെ, അതായത് ഭർത്താവിന്റെ അമ്മയാണ് ഈ അമ്മിണിയം അല്ലേ? അതെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ തലമുറകളുടെ മേൽ ഇന്ന് തലയ്ക്ക് മീതെ നിൽക്കുന്നതിനെ ഞങ്ങൾ ആത്മാവിൽ ഇപ്പോൾ വെട്ടിവിടുന്നു. നന്മ കയറാൻ വേണ്ടി പോവാം. 7.5 വർഷമായി മുടങ്ങിക്കിടക്കുന്നത്, അങ്ങനെ ഒരു വാക്ക് പറയുക, മുടങ്ങിപ്പോയത് തുറന്നു വരിക. യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. ലോർഡ് ജീസസ്,
ഞാൻ അനുഗ്രഹിച്ചെന്ന് ആമേൻ. പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ശ്രേയാമയം പറഞ്ഞതിനെ സ്വീകരിച്ച് ആമേൻ. ആമേൻ. സ്തോത്രം. ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ. ഈ മുട്ടിന്റെ അവിടെ ഈ തടിപ്പ് പോലെ നീര് പോലെ നിൽക്കുന്ന ചില വ്യക്തികൾ കൈയെടുത്തു വെച്ചു. ഇന്ന് സൗഖ്യമാകട്ടോ, ഇന്ന് ചാടി കൈയെടുത്തു വെച്ചു. കർത്താവെ, ഡിസോർഡറുകൾ ഓർഡർ ആകുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഡിസോർഡറുകൾ ഓർഡർ ആകുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൈവച്ചു പറഞ്ഞു ഇന്ന് സൗഖ്യം. ഇതിന് ശേഷം ചോദിക്കുക എന്നാ വ്യത്യാസം എന്ന് പറയണം, ഉറപ്പായിട്ടും പറയണം. മ്യൂട്ട് മാറ്റി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് അനോയിന്റിങ്ങിനെ റിലീസ് ചെയ്യുക. ഫാദർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കൽപ്പിച്ചൊന്ന് ചെക്ക് ചെയ്യണേ. ഇതിന് ശേഷം ഞാൻ ചോദിക്കുവേ. ഈ ആലോചന പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കും. ഞാനിപ്പോൾ ഒരു കുടുംബത്തിലൊരു കർത്താവിനൊരു കാഴ്ച കാണിക്കുക. അതായത് ഈ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഹോളിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഈ നമ്മുടെ ജനലിൻ്റെ ഒരു പാളി പോലത്തെ ഒരു പീസാണ് ഞാൻ കാണുന്നത്. അതായത് അങ്ങനെ ഒരു നമ്മൾ ജനൽ വെക്കുമ്പോൾ ചതുരത്തിലൊരു പാളി ഉണ്ടല്ലോ, അത്രയും ഭാഗം ചതുരത്തിലിരിക്കുന്നത്. അതേപോലെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നേരെ, അതായത് നമ്മൾ കയറി വരുമ്പോൾ സാധാരണ ഡോറുമായിട്ട് ചേർന്നാണ് ഈ ജനലിൻ്റെ പാളി ഉള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വശം, അതായത് നമ്മളൊരു അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇടതുവശത്ത് ഇതേപോലെ ഒരു പാളി പോലൊരു സംഭവം, അതായത് നമ്മൾ ഷെൽഫിൻ്റെ ഒരു ഷേപ്പാണ്, ഒരു പാളി പോലെ ഞാൻ കാണുന്നത്. ഈ പകുതി ഉള്ള എണ്ണ പോലെ ഇരിക്കുന്നത്, അതായത് നമ്മളിങ്ങനെ എണ്ണമയം എനിക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ കുപ്പിയിൽ എണ്ണ പോലത്തെ ഒരു സംഭവമാണ്. അതിങ്ങനെ ഒരു പഴയ കുപ്പിയിൽ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുക. എണ്ണയ്ക്ക് സമമാണ്, എണ്ണ തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. എണ്ണ പോലെ ഇരിക്കുന്നത്, എണ്ണയ്ക്ക് സമമായിട്ട് തന്നെ ഇരിക്കുന്നത്. അതുപോലെ നമുക്കിങ്ങനെ ഈ വഴുവഴുപ്പുള്ളൊരു സാധനമാണ്. അത് അവിടെ ഇരിക്കുക കുപ്പിക്കകത്ത്. പഴയ കുപ്പിയാണ്, ഇടതുവശത്താണ് അതിരിക്കുന്നത്. ആ ഒരു പാളിയിൽ ആ കുടുംബത്തെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുവാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഒരു അത്ഭുതത്തിന് വേണ്ടി തമ്പുരാൻ തൊടുവാന്നാണ് പറയുന്നത്. ജൂലൈ എന്ന് പറയുന്നൊരു മാസം ഇപ്പം ഈ കാണിക്കുന്ന ഭവനം, ഈ സാധനം ഇരിക്കുന്ന ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാസം എന്നെ എടുത്തു കാണിക്കുക. ലോർഡ് ജീസസ്, ഏത് കുടുംബത്തിൻ്റെ അകത്താണോ ഈ അടയാളം ഇരിക്കുന്നത് ആ വ്യക്തി ഇപ്പം തന്നെ യേശുവിൻ്റെ നാമത്തിൽ, എവിടെ ഇരുന്നുകൊണ്ടാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് ആ അടയാളം ഇരിക്കും. അടയാളം ഒന്നുകൂടെ പറയണം ബ്രദർ. സിസ്റ്ററെ, ഈ എണ്ണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കയറി വരുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് വേണം അങ്ങനെ പറയാം. നമ്മൾ വീടിൻ്റെ അകത്തോട്ട് വാതിൽ തുറന്ന് കയറി വരുമ്പോൾ തന്നെ നേരെ ഇടത് വശത്തൊരു പാളി പോലെ, കതകിൻ്റെയോ ജനലിൻ്റെയോ ഈ ഷെൽഫിൻ്റെ പോലെയാണ്, പക്ഷെ എനിക്ക് അത്ര ഷെൽഫായിട്ട് കാണാൻ പറ്റുന്നില്ല. ഈ ആ ഒരു പാളിയുണ്ട്, അവിടെ ഇത് വെച്ചിരിക്കുക സാധനം കുപ്പിക്കകത്ത്. ആ വീടാണ് കാണിക്കുന്നത്. ആ വീടുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയൊരു കൃപ. ഈ സാധനത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല, ഇതൊരു അടയാളമാണ്. ആ വ്യക്തിയെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പം ഇന്ന് എവിടെ ഇരുന്നുകൊണ്ടാണോ കേൾക്കുന്നത്? മ്യൂട്ട്. ജൂലൈ എന്റെ മകളുടെ ബർത്ത്ഡേ. സിസ്റ്ററുടെ വീട്ടിലാണ് ഇത് ഇരിക്കുന്നത്. അതെ അതെ. ഓക്കെ. യേശു ടി വി സ്റ്റാൻഡിന്റെ ആ ഷെൽഫിൽ ഷെൽഫാണത്. ഇതെന്തുവാ ഇരിക്കുന്നത്? എണ്ണയാണോ അതോ മുടിയിലിടുന്ന ഈ കണ്ടീഷണർ പോലെ ഒരു സാധനമാണ്. നമ്മൾ കുളിച്ചിട്ടൊക്കെ മുടിയിൽ ഇടുന്ന ഈ എണ്ണ പോലെയാണ് ഇരിക്കുന്നത്, കുഴമ്പ് പോലെ. എണ്ണയും കുഴമ്പും പോലെ. അതായത് നമ്മൾ സാധാരണ ഒരു വെള്ളം ഒഴിച്ച പക്ഷെ അത് ഒട്ടിങ്ങനെ നമ്മൾ വഴുവഴുപ്പ് വരത്തില്ല, എണ്ണ പോലെ വരത്തില്ല, പക്ഷെ അതേപോലത്തെ ലിക്വിഡാണ് ഞാൻ ഈ കാണുന്നത്. അതെ അങ്ങനത്തെ. അത് യേശുനാഥത്തിൽ ആ ജൂലൈ മാസം ജനിച്ചത് മോളാ. അതെ. ആ മോക്ക് വേണ്ടി സ്വീകരിച്ച് വിടുതൽ സംഭവിക്കുക യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ദുഷ്ടന്റെ ആശ നശിക്കട്ടെ, കുടുംബത്തിന്റെ മേൽ തലമുറകളുടെ മേൽ നന്മ അങ്ങോട്ട് കയറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അതോടൊപ്പം തന്നെ ഞാനൊരു കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കും. കല്യാണിക്കുട്ടി എന്ന് പറയുന്ന ഒരു മാതാവിനെ കർത്താവ് എന്നെ എടുത്തു കാണിക്കുക. ഈ കല്യാണിക്കുട്ടി എന്ന് പറയുന്ന മാതാവിന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. ആ സ്ഥലത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണാം. കുറേ കാലം മുമ്പ് ഈ ഒരു പ്രത്യേക രീതിയിലൊരു കാര്യം ഞാൻ ഇങ്ങനെ കാണുവാണ്. ചുണ്ണാമ്പ് കൊണ്ട് ഒരു സംഭവം ചെയ്ത് അതിരിൻ്റെ മേലിട്ടത് കുറേ കാലം മുമ്പ് ചെയ്താണ്. എന്നാൽ ഇന്ന് ഈ നിമിഷം തന്നെ ആ വസ്തു നിമിത്തം പലവട്ടം സർപ്പത്തെ സ്വപ്നം കാണും.
സർപ്പം പാമ്പിനെ സ്വപ്നം കാണുകയും പാമ്പ് നിമിത്തം ഒരു ഭയം ആ ഭവനത്തിൻ്റെ അകത്ത് വ്യക്തികളുടെ മേൽ കയറിക്കൂടിയിട്ടുണ്ട്. കല്യാണി എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു മാതാവിൻ്റെ ഭവനം ഏതാണോ, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഈ വസ്തു സംബന്ധമായിട്ട്, ഓ ജീസസ്, ഞാൻ അതിൻ്റെ ഒരു അതിരയിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണും. ഈ സർവേക്കല്ല് പോലത്തെ ഒരു സാധനം ഏറ്റവും ബാക്കിൽ, സ്ഥലത്തിൻ്റെ ഏറ്റവും ബാക്കിൽ ഇതവിടെ ഇട്ടിട്ടുണ്ട്. ഈ സർവേക്കല്ലിൽ, ആ സർവേക്കല്ല് അടിച്ച് താഴ്ത്തി വെച്ചിട്ട് നമ്മുടെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ കാൽപ്പത്തിയുടെ അവിടെ നിന്ന് കുറച്ചും കൂടെ ഹൈറ്റിൽ മാത്രമാണ് അത് കിടക്കുന്നത്. അത്രയും ഹൈറ്റിൽ, ഏറ്റവും ബാക്കിലാണ് ഞാൻ കാണുന്നത്. ആ സ്ഥലത്തിൻ്റെ അകത്ത് കാണുന്ന ഒരു അടയാളമാണ്. അവിടെയാണ് ഈ സംഭവം കാണുന്നത്. എന്നത് ഏത് കുടുംബമാണോ ഈ മാതാവുമായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ഉണ്ടാകാൻ വേണ്ടി പോവാ. കാലപ്പഴക്കം ചെന്ന വിഷയങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബം വിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്. പറയാനുള്ളവരല്ലെങ്കിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണം. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ബ്രദറെ, ഞങ്ങളുടെ വീടാ അത് കാണുന്നത്. സിസ്റ്ററുടെ വീട്ടിലാണത്. അതെ, അടൂര് എന്റെ വീട്. അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എപ്പോഴും പാമ്പിനെ കാണും, ഞങ്ങൾ പേടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ട്. സിസ്റ്ററുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണോ ആ വ്യക്തി? ഈ കല്യാണം എന്റെ അമ്മായിയമ്മയാ. അമ്മായിയമ്മയാണ് ഈ കല്യാണിക്കുട്ടി എന്ന് പറഞ്ഞത്. കല്യാണിയമ്മ എന്ന് പറഞ്ഞത് മരിച്ചുപോയി. ഈ സ്ഥലമാണ് ഇപ്പൊ പറഞ്ഞത് അടയാളം കാണുന്നത്. അതെ അതെ, അത് തന്നെ. ഈ സർപ്പത്തെ മിക്കപ്പോഴും സിസ്റ്ററാണ് കാണുന്നത്. എല്ലാരും കാണുമോ വീട്ടില്? ഞാനും പിള്ളേരും കാണും. ഞങ്ങൾക്ക് പേടിയുമാ. മിക്കവാറും പാമ്പ് കയറി വരുമായിരുന്നു. ഓ യേശുവി. ഇങ്ങനെ സ്വപ്നവും കാണുമായിരുന്നു? സ്വപ്നവും കാണും, വീട്ടിൽ കയറി വരികയും ചെയ്യുമായിരുന്നു. ഇപ്പൊ മനസ്സിലായി ഇതിന്റെ പിന്നിൽ എന്നാ പ്രവർത്തിക്കുന്നത്. ഈ മാതാവിന്റെ കാലത്ത് ആ വസ്തുവിന്റെ മേൽ കയറി അവകാശം ഇരുന്നത് ഇപ്പോൾ തകരുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ഡെലിവറൻസിനെ സ്വീകരിച്ച് ദുഷ്ടന്റെ ആശ നശിക്കും. അവന്റെ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഇന്ന് ഞാൻ ആ കാണുന്ന ആ സർവേക്കല്ലിന്റെ ആ പൊസിഷനാണ്, ആ സ്ഥലത്തിന്റെ ആ കോർണറാണ് ഞാൻ കാണുന്നത്. അവിടെ കൊണ്ടിട്ടത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ വെട്ടിക്കളയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ പറമ്പിന്റെ മേൽ, ആ സ്ഥലത്തിന്റെ മേൽ, വസ്തുവിന്റെ മേൽ അത് അവകാശം പറഞ്ഞ് തലമുറകളെ വിഴുങ്ങാൻ നിൽക്കുന്ന ദുഷ്ടപിശാചേ, നിന്റെ മുഖത്തെ ഇപ്പോൾ ഒടിച്ചു കളയുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടുന്നല്ലോ. ആമേൻ പറഞ്ഞ വിടുതലിനെ ഏറ്റെടുത്തേ. തലമുറകളെ ഞാൻ മുദ്രയിടുന്നപ്പാ. ലോർഡ് ജീസസ്, ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അരുണിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തമ്പുരാനോട് പറയുക. ലോർഡ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. അത്ഭുതമാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ ശക്തി വ്യാപരിക്കുന്നു. ആ മുട്ടിന്റെ വേദനയ്ക്ക് വേണ്ടി ഇന്ന് സൂമിൽ പ്രാർത്ഥിച്ച ആളുകൾ ഒന്ന് ചെക്ക് ചെയ്തവർ എത്ര പേരുണ്ട്? ഇപ്പം ആ മുട്ടിന്റെ അവിടെ ആ വേദനയാലും നീര് പോലെ നിന്നിരുന്ന ബുദ്ധിമുട്ടിന്റെ അകത്ത് സൂമിലുള്ളവരാണോ പ്രാർത്ഥിച്ചത്? ഒന്ന് ചെക്ക് ചെയ്ത് അവർക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചത്. പ്രാർത്ഥിച്ചതിന് ശേഷം ശരീരത്തിന്റെ അകത്ത് എന്താണ് നിങ്ങൾക്കുണ്ടായ വ്യത്യാസം ചെക്ക് ചെയ്യണമേ. വെറുതെ പാട്ട് പാടിപ്പോകരുതേ. കർത്താവിന്റെ തിരുമുറിവിനാൽ ആരോഗ്യവും സൗഖ്യവും ഒരു നിയമമാണ്. സൗഖ്യമായേ പറ്റത്തുള്ളൂ, അത്ഭുതമായേ പറ്റത്തുള്ളൂ. ഇത് നിയമമാണ് പ്രിയർ. യേശു പറഞ്ഞതിന്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. ലോർഡ് ജീസസ്, ഹീലിംഗ് അനോയിന്റിങ് ഈസ് മൂവിങ്. ജീസസ്, ജീസസ്, ജീസസ്. യേശുവേ നന്ദി. ചെക്ക് ചെയ്യണവേ. ഒന്ന് പ്രാർത്ഥിച്ച്, രോഗികളൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ച്. ഇതിനിടയ്ക്ക് നിങ്ങൾ ചോദിക്കാൻ നിൽക്കേണ്ട, മ്യൂട്ട് മാറ്റി അങ്ങ് പറഞ്ഞോണം. വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. ഇതിന്റെ കൂട്ടത്തിൽ സാക്ഷ്യമുള്ളവരും മ്യൂട്ട് മാറ്റി പറയാൻ തുടങ്ങിക്കോണം. മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമുള്ളവരെല്ലാം മ്യൂട്ട് മാറ്റണം. എനിക്കറിയാം ചില ഭവനത്തിൽ ഇതില്ലാത്തവരുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കുക. ലോർഡ് ജീസസ്, ഞാനൊരു പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ഞാനൊരു കുടുംബത്തിന്റെ അകത്ത് കർത്താവിന്റെ കാഴ്ച കാണിക്കും. ഈ ബഫൂൺ ഉണ്ടല്ലോ, ജോക്കർ, അതിന്റെ ഒരു പാവയാണോ മിനിയേച്ചർ പോലത്തെ ഒരു സാധനം ഒരു ഭവനത്തിന്റെ അകത്ത് ഇരിക്കുക.
പാവ, ആ ജോക്കറിന്റെ ഒരു പാവ, അതിന്റെ ഒരു സംഭവം ഒരു ഭവനത്തിന്റെ അകത്തിരിക്കുക. ഈ ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാഴ്ച കർത്താവ് എന്നെ കൂടെ പറയുവാണ്. മഞ്ജു എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കാണിക്കുക. ഈ സാധനം അവിടെ ഇരിക്കുകയും ഈ ഒരു പേരും കൂടെ കർത്താവ് എന്നെ കാണിക്കുക. ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ അടയാളം ഉള്ള വ്യക്തിയുടെ ഭവനം, ലോർഡ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ, നന്മയായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. കുടുംബത്തിന്റെ മേൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുക. ലോർഡ് ജീസസ്. മഞ്ജു എന്ന് പറഞ്ഞ എന്റെ അനീതിയാണ്. പക്ഷെ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോന്ന് അറിയില്ല. ചോദിക്ക് കേട്ടോ. ഓക്കെ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ എന്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വ്യക്തിക്ക് ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു പേര് വെളിപ്പെടുത്തി, നവംബർ മാസം വെളിപ്പെടുത്തി. അത് എന്റെ മകനാ ബ്രദറെ. നവംബർ മാസം എന്നാ സിസ്റ്റർ ബന്ധം? നവംബർ മാസം ക്രിസ്റ്റിയുടെ ഫാദർ മരിച്ച മാസ. ഈ ക്രിസ്റ്റി എന്ന് പറഞ്ഞ മകന്റെയോ? അതെ. എന്നാ കുടുംബത്തിന് വേണ്ടി സ്വീകരിച്ചോണെ. തലമുറയെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം, പൊതിഞ്ഞു പ്രാർത്ഥിച്ചോണം കേട്ടോ. ലോർഡ് ജീസസ്. അതോടൊപ്പം തന്നെ എന്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു സബിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിയോഗം തരുക. സബിതയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണോ, ഞാൻ ഈ സബിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഈ നൂല് നൂൽക്കുന്നത് പോലെ, ഈ തയ്യലിന് നൂല് നൂൽക്കുന്നത് പോലെ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. യേശുവേ, ഇന്ന് ആ മകളുമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖലയിൽ ഒരു അനുഗ്രഹത്തിന്റെ വസ്ത്രങ്ങളും തുന്നലുകളുമായി ബന്ധപ്പെട്ട് ഒരു നന്മയുടെ വാതിലിനെ ദൈവം തുറക്കാൻ വേണ്ടി പോവാ. അങ്ങനെ ഒരു കണക്ഷനും ബ്ലെസ്സിങ്ങിനെ ദൈവം തുറക്കാൻ വേണ്ടി പോവാ. സബിതയുമായി ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണെ. കർത്താവ് നന്മ കൊണ്ട് പൊതിയും, നന്മ കൊണ്ട് ദൈവം പൊതിയും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. അപ്പൊ ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ചുരുകും. ലോർഡ് ജീസസ്. പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. ബ്രദർ, എന്തോ ബ്രദർ, അനിയന്റെ ഭാര്യയാണ് സബിത. അനിയന്റെ ഭാര്യ ഏറ്റെടുക്കുന്ന ഈ തുണിയും തയ്യലും ഒക്കെ ആയിട്ട് തന്നെ അതിന് കണക്ഷൻ അറിയാവോ? തയ്ക്കുന്നൊന്നുമില്ല പുള്ളിക്കാരിയെ. തുണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. ഈ തയ്യലിന്റെ തുണികളും അങ്ങനെ കുറെ മെറ്റീരിയലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ ഈ കാണുന്നത്. ചോദിക്കണേ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ്സോ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ പുറത്തോട് അങ്ങനെ എന്തോ ഒരു പുറത്തോട്ടുന്നോ ഇങ്ങനെ ഒരു വീട്ടുപേര് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പുറത്തോട്ടോ ഇങ്ങനെ രണ്ട് വാക്ക് വരുന്ന ഇങ്ങനെ ഒരു വാക്ക് വരുന്ന ഒരു വീട്ടുപേര് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പുറത്തോട്ട് അങ്ങനെ ഒരു വാക്കാം. ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട വീട്ടുപേരുമായി ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, എന്നാൽ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ പറയുക. ഇങ്ങനൊരു വാക്ക് കേൾക്കുക. താഴ്ത്തുവാൻ ശ്രമിച്ചവരുടെ എല്ലാം നടുവെ തമ്പുരാൻ ഉയർത്താൻ വേണ്ടി പോവാ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പറഞ്ഞു. പുറക്കാടെന്നാണോ പേര്? വീട്ടുപേരാണോ? വീട്ടുപേരാ. ഏറ്റെടുത്ത സിസ്റ്ററെ, കർത്താവ് ഉയർത്തും, ദൈവം മാനിക്കും. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഓരോ വ്യക്തികളെ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് വേദനയാലും രോഗത്താലും ഒക്കെ ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച്
ഇന്ന് അത്ഭുതമാണ്, ഇന്ന് അത്ഭുതമാണ്, ഇന്ന് അസാധാരണമായ അത്ഭുതം ശരീരത്തിൻ്റെ മേൽ കാണാൻ വേണ്ടി പോവാം. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ വേദനയുള്ള ഭാഗത്ത്, തേയ്മാനമുള്ള ഭാഗത്ത്, നടക്കാൻ കഴിയാത്ത ഏത് അവയവമാണോ നിങ്ങളുടെ കാലിൽ ബുദ്ധിമുട്ടുള്ളത്, ശരീരത്തിൽ എവിടെയാണോ രോഗമുള്ളത്, കൈയെടുത്ത് വെച്ച്, ശരീരത്തിൽ കൈയെടുത്ത് വെച്ച് മിറക്കിൾ ഉണ്ടാകുക. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നവർ ഇപ്പം യേശുവിൻ്റെ നാമത്തിൽ ആ പേഴ്സും ബാഗും ഒക്കെ എടുത്തു വെച്ച് ഡോറുകൾ തുറക്കാൻ വേണ്ടി പോവാം. ഞാനിത് റിലീസ് ചെയ്യാൻ വേണ്ടി പോവാം. യേശു തന്ന അധികാരത്തെ യൂസ് ചെയ്യാൻ വേണ്ടി പോവാം. കൈയെടുത്ത് വെച്ച് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, ഹീലിംഗ് അനോയിൻറ്റിങ്. കർത്താവ് കുടുംബത്തിൻ്റെ അകത്തെ കലഹങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന തലമുറകളെയൊക്കെ അനുഗ്രഹിക്കുന്നു. എവിടെയൊക്കെയാണോ അവർ നിൽക്കുന്നത് അവിടെ എല്ലാം ഉന്നത ജയത്തെ റിലീസ് ചെയ്യുന്നു. ഹീലിംഗ് അനോയിൻറ്റിങ്ങിനെ റിലീസ് ചെയ്യുന്നു. കൈവച്ചു. ഇപ്പം ആ തേയ്മാനങ്ങൾ, ഇപ്പം ആ ബുദ്ധിമുട്ടുകൾ, വേദനകൾ, നീരുകൾ, മുഴകൾ, ഇന്ന് നമ്മൾ കേട്ട വയറ്റുണ്ടായിരുന്ന മുഴ അപ്രതീക്ഷമായി, ആ സൗകര്യം പറഞ്ഞ് കേട്ടായിരുന്നു അല്ലേ? അതെല്ലാം മുഴകൾ അപ്രതീക്ഷമാകാൻ വേണ്ടി പോവാം. മുഴകൾ അപ്രതീക്ഷമാകാൻ വേണ്ടി പോവാം. നീരുകൾ ഇപ്പോൾ വറ്റും, ചുങ്ങിപ്പോവും അകത്തോട്ട്. യേശുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറും, പൈശാചിക ശക്തികൾ വിട്ടുമാറും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ കൈയെടുത്ത് വെച്ച് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല. ജീസസ് ക്രൈസ്റ്റ് ഇപ്പം സൗഖ്യം ഇറങ്ങിയ ശരീരത്തിൻ്റെ മേൽ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ യേശു ക്രിസ്തു നിങ്ങളുടെ രോഗത്തെ വഹിച്ചു. നിങ്ങൾ വേദന അനുഭവിക്കേണ്ട, നിങ്ങൾ രോഗം അനുഭവിക്കേണ്ട. യേശു അനുഭവിച്ചു, ഞാൻ അനുഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അനുഭവിക്കത്തില്ല. യേശു അനുഭവിച്ചതുകൊണ്ട് ഞാൻ അനുഭവിക്കത്തില്ല. കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് ഞാൻ രോഗിയല്ല, ഞാൻ ആരോഗ്യമാണ്. ആരോഗ്യത്തെ ഏറ്റെടുക്കുന്നു. പറഞ്ഞ് യേശുവിൻ്റെ അടിപ്പിണരാൽ ആരോഗ്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. ആരോഗ്യത്തെ ഏറ്റെടുക്കുന്നു. ആരോഗ്യത്തെ സ്വീകരിക്കുന്നു. അത്ഭുതത്തെ സ്വീകരിക്കുന്നു. യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അസാധാരണമായ സൗഖ്യം നിറയുക, അസാധാരണമായ സൗഖ്യം നിറയുക, അസാധാരണ വിടുതൽ നിറയുക. അത്ഭുത വിടുതൽ നിറയുന്നു, അത്ഭുത സൗഖ്യം നിറയുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത്ഭുത വിടുതൽ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ. ആ പോക്കറ്റിൽ നന്മ വരട്ടെ, ആ പേഴ്സിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, അക്കൗണ്ടിൽ വരട്ടെ. മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നു, മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നു. സമ്പത്ത് കൊണ്ട് നിറയട്ടെ. ധനവും മാനവും പുരാതന സമ്പത്തും ഞങ്ങളുടെ അവകാശമാണ്. എടുക്കും തോറും വർദ്ധിക്കും, എടുക്കും തോറും വർദ്ധിക്കും, എടുക്കും തോറും വർദ്ധിക്കും. ഓരോ ദിവസവും ഞങ്ങളുടെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിക്കും. ഞങ്ങൾ യൗവനത്തിലിരിക്കും, മരിക്കത്തില്ല, ജീവനോടെ ഇരിക്കും. യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ജീസസ് നെയിം. മരണം മാറി ജീവൻ വെളിപ്പെടുന്നു. ശരീരത്തിൻ്റെ മേൽ ജീവൻ വെളിപ്പെടുന്നു. നട്ടലിൻ്റെ മേൽ, അസ്ഥിയുടെ മേൽ, ഞരമ്പിൻ്റെ മേൽ, ആന്തരിക അവയവങ്ങളുടെ മേൽ, കണ്ണിൻ്റെ മേൽ, എല്ലാ അവയവത്തിൻ്റെ മേൽ ജീസസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ലൈഫിനെ തുറക്കുന്നപ്പ, ലൈഫിനെ തുറക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. ചെക്ക് ചെയ്ത്, വേഗത്തിൽ ചെക്ക് ചെയ്ത്. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറയണം, മ്യൂട്ട് മാറ്റി. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇത് വിതയ്ക്കേണ്ട സമയമാണ്. കർത്താവിൻ്റെ വേലയിൽ വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നു. നമ്മുടെ മീറ്റിങ്ങുകളുടെ ടൈം ഇതാണ്. അതിനുവേണ്ടി വിതയ്ക്കണം, കൊയ്യണം, വിതയ്ക്കണം, കൊയ്യണം. ഞാൻ വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നു. മുന്നോട്ട് വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. വാരി വിതറുക, പ്രാർത്ഥിച്ചിട്ട് വിതയ്ക്കാവുള്ളൂ. കർത്താവെ, അങ്ങ് എത്രയാണോ ഞാൻ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അതെൻ്റെ മനസ്സിൽ വെളിപ്പെടുത്തണം. ധൈര്യത്തോടെ വിതയ്ക്കുക, ധൈര്യത്തോടെ വിതയ്ക്കുക. വിത്തിനെ ദൈവം ഏറിയ കാൽ കഴിയുമ്പോൾ അത് നന്മയാക്കി മാറ്റും. അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയല്ല വിതയ്ക്കുന്നത്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് വിതയ്ക്കുന്നു. ഞാൻ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു പറയും. ജോലിയിൽ, ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നപ്പ വാരി വിതറുവാനുള്ള നന്മ ഈ ദിവസം കാണാൻ വേണ്ടി ഇപ്പോൾ ഞെട്ടുന്ന രീതിയിൽ, അതിശയിക്കുന്ന രീതിയിൽ ഫിനാൻഷ്യൽ ഡോറുകളെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ പ്രാർത്ഥനാ റിക്വസ്റ്റ് എല്ലാം ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അത്ഭുതം നടന്നു കഴിഞ്ഞു. ധൈര്യപ്പെട്ടോണം. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ മാത്രം വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാണ്ട് പെട്ടെന്ന് പറയണേ, ചുരുക്കി പറയണേ. ബ്രദർ പറഞ്ഞു സിസ്റ്ററെ. ഇന്നലെ 1994 എന്ന് പറഞ്ഞില്ലേ രാജീവ്, അതില് 1994 എന്റെ അമ്മ മരണം.
അത് ഏറ്റെടുക്കാൻ പറ്റുമോ? സിസ്റ്റർ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റർ രാജീവിന്റെ ഭവനത്തിൽ 94 ജനിച്ച തലമുറയുമായിട്ട് ബന്ധപ്പെട്ട ആലോചന കേട്ടോ. രാജീവ് മോനാണ്. അല്ലല്ല, 94 രാജീവിന്റെ ഭവനത്തിൽ 94 ജനിച്ച തലമുറയുമായി ബന്ധപ്പെട്ട ആലോചനയായിരുന്നത്. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ഞാനൊരു സാക്ഷ്യം പറയുന്നു. പറഞ്ഞു. എന്റെ സഹോദരിയുടെ മകന് ഒരു ഭയങ്കര കടബാധ്യത ഉണ്ടായിരുന്നു. 1 വർഷത്തോളമായി ആ ഭവനം വല്ലാതെ ഭയങ്കര അസ്വസ്ഥതയിൽ ഭാരപ്പെടുമായിരുന്നു. ജീവിതം തന്നെ നാശകരമായ അവസ്ഥയിലേക്ക് പോയി. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ യാതൊരു ദൂഷ്യ സ്വഭാവമുള്ള പയ്യനല്ല. ആ കുടുംബത്തിൽ അങ്ങനെ യാതൊരു ദോഷമുള്ളതല്ല. പക്ഷെ കടബാധ്യത, അവനൊരു ബിസിനസ് നടക്കുന്നുണ്ട്, എന്നാൽ കടം കൂടി വന്ന് 2 കോടിയോളം കടമായി. എങ്ങനെ നിൽക്കുമെന്ന് ഒരു ഇതുമില്ലായിരുന്നു. ഞങ്ങളത് അറിഞ്ഞ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പൊ 1 വർഷത്തോളം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഞാനും സഹോദരിയൊക്കെ ആയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബ്രദർ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് പറഞ്ഞു, ആ ഭവനത്തിന്റെ അവരുടെ ആ 4 പേരുടെയും പേര് ചൊല്ലി പറഞ്ഞു, ആ ഭവനത്തിന്മേൽ അനുഗ്രഹം വരുന്നു, അവിടെ നന്മ വരുന്നു എന്ന്. ഇപ്പൊ അത് അവന്റെ ആ താമസിക്കുന്ന ഫ്ലാറ്റ് വിറ്റിട്ട് ആ കടം വീട്ടുവാനുള്ള വഴി ദൈവം തുറന്നു കൊടുത്തു. ആ ഫ്ലാറ്റ് വിൽക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നടക്കുന്നില്ലായിരുന്നു. അത് ഭയങ്കര അതിന് പലിശ കൂടി പൊക്കോണ്ടിരുന്നു. അപ്പൊ ഇപ്പൊ ഏതായാലും അത്ഭുതകരമായിട്ട് ആ ഫ്ലാറ്റ് വിറ്റിട്ട് കടം വീട്ടാൻ ദൈവം അനുവദിച്ചു. നന്ദി കർത്താവേ, അത് വലിയൊരു ഡെലിവറൻസ് ആണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ചില നന്മകൾ, ചില കാര്യങ്ങൾ നമുക്കത് അനുഗ്രഹമല്ല, പല കാര്യങ്ങളും നമുക്ക് വിരോധമാണ്. ഞാൻ പിന്നീട് അത് പറയാം. പക്ഷെ ഇന്നത് കേട്ട സാക്ഷ്യം പോലെ തന്നെ ആ കുടുംബത്തിൽ കടങ്ങളാൽ ഭാരപ്പെട്ട് ദിവസവും പലിശ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒന്നും ചലിക്കാത്തൊരവസ്ഥയായിരുന്നു. സഹോദരി പറഞ്ഞ പോലെ തന്നെ ആ കുടുംബത്തിൽ ദൈവാത്മ പേര് അവരെ വെളിപ്പെടുത്തി ഡെലിവറൻസിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ന് ആ കുടുംബത്തിന്റെ അകത്ത് റിലീഫ് ഉണ്ടായി. യേശുവിന്റെ നാമത്തിൽ ദൈവം തൊട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഏത് സ്ഥലമായിക്കോട്ടെ, ഏത് വസ്തുവായിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ മേടിക്കാവുള്ളൂ. ചില സ്ഥലങ്ങൾ, ചില വസ്തുക്കൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ഹിതമാണോ, എനിക്കത് കയ്യിൽ അനുഗ്രഹമാണോ എന്നെല്ലാവരും ഞാൻ പറയുന്നത്, ഒരാളോടല്ല, ഞാൻ എല്ലാവരോടും പറയുന്നത്, ഏത് സ്ഥലങ്ങൾ വാങ്ങിച്ചാലും പ്രാർത്ഥിക്കണം. ദൈവഹിതമല്ലാത്തത് എന്റെ കരത്തിലേക്ക് വരരുതെന്ന് പ്രാർത്ഥിക്കണം. ചിലത് നമുക്ക് നന്മയാകില്ല. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഇന്നലെ ഒരു ദൈവാലോചന പറഞ്ഞായിരുന്നു. അകത്തോട്ട് കയറി വരുമ്പോ തന്നെ ഒരു ടൈം ടേബിൾ കിടപ്പുണ്ട്. അതിന്റെ മുകളിൽ ഒരു അയൺ ബോക്സ് ഇരിപ്പുണ്ട്. ആ ടേബിളിന്റെ അടുത്തൊരു ചെറിയ കേൾക്കുന്നില്ല, ക്ലിയർ അല്ലല്ലോ സിസ്റ്ററെ, കട്ടായി പോവാണല്ലോ. ഇല്ല സിസ്റ്ററെ, അത് കേൾക്കുന്നില്ല. അത് റേഞ്ച് കട്ടായി പോയായിരുന്നു. ഹലോ ബ്രദറ്, ഹലോ, പറഞ്ഞു. കേക്കാമോ? ഇന്നലെ ഒരു ദൈവാലോചന പറഞ്ഞായിരുന്നു ബ്രദറ്. പരിക്കകത്തോട്ട് കയറി വരുമ്പോ ഒരു ടേബിള് അകത്ത് കിടപ്പുണ്ട്. അതിന്റെ മേലിൽ ഒരു അയൺ ബോക്സ് ഇരിപ്പുണ്ട്. ആ ടേബിളിന്റെ അടുത്തൊരു ചെറിയ ഫോട്ടോ ഇരിപ്പുണ്ട്. പിന്നെ ഒരു ബാഗില് നാരങ്ങ കിടക്കുന്ന ഒരു ബാഗ് ഉണ്ടെന്ന് പറഞ്ഞു. ആ നാരങ്ങ കിടന്ന ബാഗ് ഇന്നലെ അതിലില്ലായിരുന്നു. പക്ഷെ ഒരു മേശയുടെ സൈഡിൽ ഒരു സ്റ്റൂൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സ്റ്റൂളും അയൺ ബോക്സും ആ മേശയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ചെറിയ ഫോട്ടോ എൻ്റെ മോളുടെ കൊച്ചിന്റെ ആണ്. അത് ഞാൻ വെറുതെ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ മേശയോട് ചേർന്ന് വെച്ചിട്ടുണ്ട്. നാരങ്ങ പേരയ്ക്കൊക്കെ ഞാൻ ജോലിക്ക് പോകുന്നു, വീട്ടിൽ നിന്ന് ബാഗിൽ കൊണ്ടുവരുമ്പോഴേ അവിടെ തന്നെ മേശപ്പുറത്ത് തന്നെ വെക്കണതാ. പക്ഷെ ഇന്നലെ അത് ഇല്ലായിരുന്നു. അതുകൊണ്ട് ആരും അത് ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് ആരെങ്കിലും അത് ഏറ്റെടുക്കണ്ടോ എന്നറിയാം. പക്ഷെ ആരും അത് ആലോചന സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനത് സ്വീകരിച്ചോട്ടെ. തീർച്ചയായിട്ടും ഏറ്റെടുത്ത് ആലോചന അനുഗ്രഹങ്ങളെ പ്രാപിച്ചോണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ.
പറഞ്ഞു. ബ്രദറെ, എന്റെ കൈക്ക് വിരലിന്റെ അടുത്തൊരു മുഴയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് ഈ ബ്രദർ പ്രാർത്ഥിച്ചു. അപ്പൊ ആ മുഴ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ മുഴയില്ല, ഒരു കുഴപ്പമില്ല. ഓ പിന്നെ യേശുവേ. ഭർത്താവിന് നാളുകളായുള്ള ശ്വാസമുട്ടായിരുന്നു. അപ്പൊ ബ്രദറിന്റെ എറണാകുളത്തുള്ള പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുത്തായിരുന്നു. ശ്വാസമുട്ട് മാറി. പിന്നെ മോക്ക് ഹെപ്പറ്റൈറ്റിസ് എ വന്നു. അപ്പൊ ഞാൻ ബ്രദറിനെ വിളിച്ചു പറഞ്ഞിരുന്നു, പ്രാർത്ഥിച്ചു. അത് മാറി. ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. എങ്കിലും ആ ദൈവം സുഖപ്പെടുത്തി. അതുപോലെ മകൾക്ക് വിവാഹത്തിന് ഭയങ്കര തടസ്സമായിരുന്നു. അപ്പൊ ബ്രദറിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അത് യാതൊരു കുഴപ്പം കൂടാതെ വിവാഹം നല്ല ഭംഗിയായിട്ട് നടത്തി തന്നു. ദൈവത്തിന്, യേശുവിന് 1000 നന്ദി ബ്രദർ. നന്ദി കർത്താവ്. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത്. കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു, ഡോക്ടർ അത് സർജറി വേണമെന്ന് പറഞ്ഞതായിരുന്നു. എന്നാൽ കർത്താവ് മുഴകളെ എടുത്തു മാറ്റുന്ന കർത്താവാണ്. മുഴ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമായി. ഹസ്ബൻഡിന് ശ്വാസമുട്ടലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എറണാകുളം പ്രാർത്ഥനയ്ക്ക് വന്നു, കൈവച്ച് പ്രാർത്ഥിച്ചെന്ന സഹോദരി പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുത സൗഖ്യം വെളിപ്പെട്ടു. മോക്ക് ഹെപ്പറ്റൈറ്റിസിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു സിസ്റ്റർ പറഞ്ഞത്. പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്തു. തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. സിസ്റ്റർ, ഈ സാക്ഷ്യം ലോകത്തോട് പറയണം. ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളാക്കി ദൈവം നമ്മളെ ആക്കുന്നത് അനേകർ ഈ സൗഖ്യത്തിലും അത്ഭുതത്തിലേക്കും വരാൻ വേണ്ടിയാണ്. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അടുത്തയാള് പറഞ്ഞു. എനിക്കൊരു സാക്ഷിയുണ്ട്. നമ്മള് ഒരു വർഷമായിട്ട് അയർലൻഡിലേക്ക് പോകാനുള്ള ഒരു സ്റ്റോപ്പ് ചെയ്തിരിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം അത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് അവര് തന്നെ അത് ഓപ്പൺ ആയി, അത് വിളിച്ചു. ഇന്നിപ്പം വിസ വന്നു. ഇനിയിപ്പം എക്സാം ഉണ്ട്. പിന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് ദുബായിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അതിനൊരു ചെറിയ തടസ്സമായിട്ട് അവർ നിൽക്കുന്നു. ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. സിസ്റ്റർ ഷിപ്പിന്റെ പറഞ്ഞാണോ സിസ്റ്ററെ? എന്തോ ഷിപ്പിന്റെ ആണോ പറഞ്ഞു? കേട്ടില്ല സാക്ഷ്യം. അയർലൻഡിന് പോകാനായിട്ടുള്ള വിസ ഇന്ന് വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി എക്സാം ഉണ്ട്. പിന്നെ നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടുന്ന് ദുബായിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പൊ അതിനൊരു ചെറിയ തടസ്സമുണ്ട്. അതിന് വേണ്ടിയിട്ടൊന്ന് കർത്താവ് ഞങ്ങളിപ്പോ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞാൽ മതി. കർത്താവെ, അങ്ങ് തുറന്ന വഴിക്കായി നന്ദി. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഈ വചനം പറഞ്ഞാൽ ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട് എല്ലാം എനിക്ക് അനുകൂലമാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവെ ആ വഴി തുറന്നല്ലോ. ആ വഴി അതിനു മുമ്പോട്ട് എന്തൊക്കെയാണോ എവിടെയൊക്കെയാണ് തടസ്സം അതെല്ലാം വെട്ടിമാറ്റുന്നപ്പ അത്ഭുതമാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിച്ചു. പറഞ്ഞു. സാക്ഷ്യം എന്ന് പറഞ്ഞാല് 2 ആഴ്ച മുമ്പ് എന്റെ ചേച്ചിയുടെ മോളെ കമ്മൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇന്നലെ വൈകുന്നേരമൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു, പിന്നെ എവിടെ പോയെന്ന് എങ്ങും വീട് മുഴുവൻ നോക്കിയിട്ട് കാണുന്നില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ നമ്മുടെ അധ്വാനപരം ഞാൻ തന്നെ അനുഭവിക്കുന്ന വാക്ക് പറഞ്ഞുകൊണ്ടിരിക്ക്, ദൈവം രാത്രി കൊണ്ടുവന്നങ്ങ് വെളിപ്പാട് തരുന്നു. അപ്പൊ രാത്രി ആയപ്പോ ഇവക്ക് ഓർമ്മ വന്ന് വൈകുന്നേരം ഹരിത ഈ വേസ്റ്റ് ഒക്കെ എടുക്കുന്ന അവരുണ്ടല്ലോ, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂട്ടത്തിൽ കവറിന്റെ അകത്തായിരുന്നു പോലും വെച്ചത്. അപ്പൊ കവർ അടക്കം വാരി അങ്ങ് കൊടുത്തു. അപ്പൊ രാത്രി ഓർമ്മ വന്നിട്ട് അവരെ വിളിച്ചു, ഞാനിങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, തന്നതിനകത്ത് പെട്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്, അതൊന്ന് നോക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയ സാധനം നമ്മൾ സെപ്പറേറ്റ് തന്നെ വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി, അവിടെ നിന്ന് കടത്തി കൊണ്ടുപോയില്ല, ഒരു കടയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേന്ന് രാവിലെ, ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല, രാത്രിയല്ലേ, നമുക്ക് രാവിലെ നോക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ വിളിച്ച് പോയി നോക്കിയപ്പോ വെച്ച സാധനത്തിന്റെ ഉള്ളിൽ തന്നെ ആ സാധനം തിരിച്ചു കിട്ടിയായിരുന്നു. അപ്പൊ അവർക്ക് സാക്ഷ്യം പറയണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് എന്റെ അടുത്ത് പറയാൻ പറഞ്ഞതായിരുന്നു. തീർച്ചയായിട്ടും ഇത് വലിയൊരു സാക്ഷ്യമാണ്. പ്രിയ കേട്ടതുപോലെ തന്നെ ഇന്ന് അവിടെ നഷ്ടപ്പെട്ടു പോയി. അമ്മ സൗകര്യം അവിടെ പോയിട്ട് പറഞ്ഞു, നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ എന്ന വചനം പറഞ്ഞു. ദൈവം അത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. അത് കിടന്ന സമയത്ത് പെട്ടെന്ന് കണ്ടോ, നമ്മുടെ എപ്പോഴും പറഞ്ഞോണം, നമ്മുടെ അധ്വാനം ഞാൻ എപ്പോഴും പറഞ്ഞു, നമുക്ക് നന്മ കിട്ടുമ്പം ഈ വചനം കൊണ്ട് നന്മയെ പൊതിയണം. എന്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇന്ന് അത് പറഞ്ഞപ്പോ തന്നെ വേണമെങ്കിൽ അത് മറന്നു പോകാമായിരുന്നു. അങ്ങനെ പോയിരുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യും? ആ വേസ്റ്റ് കൊണ്ടുപോയി കളയും, പിന്നെ അതങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ ആ വചനം പറഞ്ഞപ്പോ തന്നെ വെളിപ്പെടുത്തി തന്നു കർത്താവ്. ആ നന്മ തിരിച്ചു വന്നു. എപ്പോഴും പറയണം ഈ വാക്യം, നന്മ കിട്ടുമ്പം നമ്മൾ പലർക്കും പറ്റുന്ന കുഴപ്പമാണ്, ബ്ലെസ്സിങ്ങുകൾ തുറക്കുമ്പം അതിനെ സൂക്ഷിക്കുവാനുള്ള കൃപ ഈ വചനം കൊണ്ട് നമ്മൾ അനുഗ്രഹത്തെ പൊതിയണം. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ.
ഇപ്പൊ ബ്രദർ ഒരു കാര്യം കൂടി, ഇപ്പം കാലിന്റെ മടക്കില് പറഞ്ഞ മുട്ടിന്റെ പുറകില് ഈ കാൽവണ്ണയുടെ എൻഡ് മേലോട്ട് അവിടെ ഞരമ്പ് തുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര വേദനയാന്ന്. ഇപ്പൊ ഒരു പുകച്ചലാണുള്ളത്, വേദന കുറഞ്ഞു, നീരും കുറഞ്ഞിട്ടുണ്ട്. നന്ദി യേശുവെ. കൈ വെച്ചിട്ട് പറഞ്ഞു, കർത്താവ് യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മുഴുവൻ വിലയും കൊടുത്തുകൊണ്ട് എന്റെ സൗഖ്യം പൂർണ്ണമാന്ന് പറഞ്ഞോണം. പൂർണ്ണ സൗഖ്യം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന മേലാൽ ആ പുകച്ചിൽ വരത്തില്ല കേട്ടോ. ആമേൻ. സാക്ഷ്യം പറയാനുണ്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ബ്രദറെ, എന്റെ വലത്ത് കണ്ണിന് ഇന്നലെ മോൾ ഭാഗത്തായിട്ട് ഇന്നലെ ഭയങ്കര ഇങ്ങനെ കുത്തി വേദനയായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞാൽ ഇന്ന് മീറ്റിംഗിൽ സാക്ഷ്യം പറഞ്ഞാക്കാന്നും പറഞ്ഞു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് ഉച്ച കഴിഞ്ഞ പിന്നെ ആ വേദന ഉണ്ടായിട്ടില്ല. ഇന്നലെ തൊട്ട് തുടങ്ങിയ വേദനയായിരുന്നു. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഒട്ടും വേദനയില്ല. എനിക്ക് നന്ദി യേശു. കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് സാക്ഷ്യമുള്ളവർ പറഞ്ഞോട്ടെ. എനിക്കൊരു സാക്ഷ്യം ഉണ്ടായിരുന്നേ. പറഞ്ഞു. എന്റെ രണ്ടിനും കണ്ണിനും വേദനയായിരുന്നു. ഞാനിപ്പോ പ്രാർത്ഥിച്ച സമയത്ത്, ഇന്ന് ബൈബിളൊക്കെ വായിക്കുന്ന സമയത്തെല്ലാം കണ്ണിന് വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ കണ്ണിനെ കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പൊ പൂർണ്ണമായി എനിക്ക് വിടുതൽ തന്ന് കണ്ണിന്റെ വേദനയെല്ലാം മാറ്റി തന്നു. നന്ദി യേശു. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് പറഞ്ഞു. പാസ്റ്റ് ജൂൺ മാസത്തിൽ ശ്രീബാല എന്ന് പറയുന്ന ഒരു മോളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങളുടെ സ്കൂൾ, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലായിരുന്നു ആ മോൾ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ആ മോൾക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് നല്ല ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ ടൈം മുതലേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ദൈവം സഹായിച്ചു. അപ്പൊ ഞാൻ മോള് ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് അവളുടെ പേരൻസിനോടും ഈ ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കയറുന്നതിനെ കുറിച്ചിട്ടും പാസ്റ്റർ പറഞ്ഞിരുന്നത് ആ യൂട്യൂബിൽ ആ ലിങ്ക് ഒക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അവർ കേൾപ്പിക്കുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവര് വീട്ടിൽ വന്നു, ഡിസ്ചാർജ് ആയിട്ട് ആ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം സഹായിച്ചു. അവരോട് കർത്താവിനെ കുറിച്ച് പറയാനൊക്കെ ദൈവം സഹായിച്ചിട്ടു. മഞ്ഞപ്പിത്തത്തിന്റെ കൗണ്ടിങ് നോർമൽ ആയിട്ടില്ല. ആ വിഷയത്തിന് വേണ്ടി ഇപ്പൊ ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് പ്രിയ സഹോദരി പറഞ്ഞത്. ഒരു മരണമാണ് സിസ്റ്റർ അവിടെ നിന്ന് മാറിപ്പോയത്. കാര്യം സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ശ്രീബാല എന്ന് പറഞ്ഞൊരു പേര് വെളിപ്പെടുത്തി. അപ്പോൾ അവർ സ്കൂളിലുള്ളതാണ്. ആ കൊച്ചിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു. പെട്ടെന്ന് ഇത് മരണത്തിന്റെ വക്കിലേക്ക് ആ രോഗത്താൽ എങ്ങനെ പോയി. എന്നാൽ ആ സഹോദരി പോയിട്ട് എന്ത് ചെയ്തു, ആ വീഡിയോ കേൾപ്പിച്ചു, ആ പ്രവചന ആലോചന കേൾപ്പിച്ചു, ആ മകളെ പറ്റി ദൈവം സംസാരിച്ചത് കേൾപ്പിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ കേൾപ്പിച്ചു. അങ്ങനെ ആ കുടുംബം അത് ഏറ്റെടുത്തു. ഇന്നത് പറഞ്ഞുകൊണ്ട് തന്നെ ആ മകളുടെ കർത്താവിന് അതിൽ വിടുതലുണ്ടായി. ഇഷ്ടമായി പൂർണ്ണ സൗഖ്യം കാണും കേട്ടോ. കാര്യം മരണമാണ് അവിടെ നീങ്ങിപ്പോയത്. അല്ലെങ്കിൽ നമ്മളിപ്പം ആ കുഞ്ഞിന്റെ ഒരു മരണവാർത്ത കേൾക്കേണ്ട സ്ഥാനത്ത് കർത്താവ് ഇന്ന് എന്ത് ചെയ്തു, സിസ്റ്റർ അവിടെ പോയി പ്രാർത്ഥിക്കുവാനും ആ കുടുംബം യേശുവിനെ അറിയുവാനും ഒരു മുഖാന്തരമായി കണ്ടോ. ഒരു ദൈവിക ആലോചന ഒരു ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. ഒരു മരണം നീങ്ങി ജീവൻ വെളിപ്പെടുത്തുവാണ്. അതുകൊണ്ട് പ്രവചനം തുച്ഛീകരിക്കരുതേ, അത് ഏറ്റെടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ബ്രദറെ, ഇന്നലെ ഒരു ദൂത് പറഞ്ഞായിരുന്നു. ഒരു റൂം കാണിച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു തയ്യൽ മെഷീൻ, ഒരു അലമാരിയുടെ മുകളിൽ ഒരു റെഡ് ബാഗ്, പിന്നെ അതുപോലെ തന്നെ ജാനുവരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാള് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനത് കൺഫേം ആകാത്തോണ്ടാണ് ഞാൻ ഇന്ന് അമ്മയെ വിളിച്ച് കൺഫേം ചെയ്തായിരുന്നു. അമ്മയാണ് ജാനുവരിയിൽ ജനിച്ചത്. അപ്പൊ ഈ അടയാളമൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അമ്മ എന്നെ അടുത്ത് വരാൻ വേണ്ടി നിൽക്കുകയാണ് UAE-ല്. കഴിഞ്ഞ 6-ാം തീയതി ടിക്കറ്റ് എടുത്തതാണ് അമ്മയ്ക്ക് ഇവിടെ വരാൻ വേണ്ടി. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഈ അടുത്ത 15-ാം തീയതി വരാൻ വേണ്ടി അമ്മ നിൽക്കുവാണ്. അപ്പൊ യാത്രയുടെ കാര്യം ബ്രദറെ പറഞ്ഞായിരുന്നു. അത് ധൈര്യമായിട്ട് സിസ്റ്റർ പ്രൊസീഡ് ചെയ്തു. കർത്താവ് ഒരു കൺഫർമേഷൻ ആണ്. ദൈവം ദൂതന്മാരെ സൂക്ഷിച്ചു. അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്റെ കർത്താവ് ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം ദൂതന്മാരെ അയച്ച് കളി തട്ടി പോകാതിരിക്കേണ്ടതിന് സൂക്ഷിക്കും. അങ്ങനെ തന്നെ പറഞ്ഞോണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. അതുപോലെ ഒരു സാക്ഷ്യമുണ്ട് ബ്രദറെ. ഇവിടെ എന്റെ അടുത്താണ് അമ്മ നിന്നത്. അപ്പൊ കഴിഞ്ഞ ജാനുവരി 11-ാം തീയതി അമ്മ നാട്ടിൽ പോയത്. അപ്പൊ പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോ മുതൽ അമ്മ കിടപ്പിലായി. അമ്മയ്ക്ക് നേരത്തെ തന്നെ നടുവിന് പ്രശ്നമുണ്ട്, ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ കിടന്ന എല്ലാം ചെയ്തിരുന്നത്. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർമാര് പറഞ്ഞതെന്ന് വെച്ചാൽ ടോയ്ലറ്റ് പോകാനല്ലാതെ എണീക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഒരു അനിയത്തി വഴി
ഈ ബ്രദറിന്റെ ഈ മീറ്റിങ്ങിന്റെ ലിങ്ക് ഒക്കെ കിട്ടി. അങ്ങനെ അമ്മ പ്രാർത്ഥനയ്ക്കൊക്കെ കയറാൻ തുടങ്ങിയ ശേഷം അമ്മ എണീറ്റിരിക്കാൻ തുടങ്ങി. അപ്പം എന്നുവെച്ചാല് എല്ലാ കാര്യങ്ങളും നടന്ന് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായി ഇപ്പൊ. നന്ദി കർത്താവ്. ദൈവം വചനം അയച്ച് വിടിവിച്ചല്ലോ. മാതാവിന് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോ. ഞാൻ തിരുവല്ലായിന്ന് വിളിക്കുന്ന പ്രകാശിന്റെ അമ്മയാണ്. എനിക്ക് മാസങ്ങളായിട്ട് കൈയുടെ വലതുവശത്ത് മുട്ടിനൊരു വേദന ഉണ്ടായിരുന്നു. അപ്പൊ ബ്രദർ ഇപ്പൊ പറഞ്ഞതിന് ശേഷം ഞാനത് പ്രാർത്ഥനയിൽ ഉൾക്കൊണ്ടു. എനിക്കിപ്പോ അതിന് ആശ്വാസമുണ്ട് ബ്രദറെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മഹത്വം കർത്താവിനുള്ളത്, നന്ദി ദൈവത്തിനുള്ളത് കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാള് സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ബ്രദറെ, എന്റെ മരുമോന് ഒരു ജോലി 13ാമത്തെ ലിസ്റ്റ് 13ാമത്തെ ലിസ്റ്റാണ്. 12 വരെ വിളിച്ചിട്ട് 13ാമത്തെ മരുമോന്റെ വിളിക്കണില്ല ബ്രദറെ. അതിന് എന്ത് പ്രാർത്ഥിക്കണ്ട? ഇതൊരു ഭർത്താവ്, ഞങ്ങൾ നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെ ഞങ്ങളെ പിന്തുടരും. ആ വാക്യം സങ്കീർത്തനത്തിലെ വാക്യം ഏറ്റു പറഞ്ഞോണം. നന്മ ഞങ്ങളുടെ പുറകെ വരും, അനുഗ്രഹം ഞങ്ങളുടെ പുറകെ വരും. അത് ഏറ്റു പറഞ്ഞാൽ മതി, അത്ഭുതം കാണും കേട്ടോ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? ബ്രദറെ, ഒരു സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. അതായത് എനിക്കൊരു 15 വർഷമായിട്ട് ഭയങ്കര അലർജിയുടെ രോഗം ഉണ്ടായി. അപ്പൊ അത് മാറിയിട്ട് ഞാനൊരു 4 മാസം മുമ്പ് ഇതുപോലെ സാക്ഷ്യം പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയില് പിന്നെ ഒരു ദിവസം മാത്രം, അതിനിടക്ക് വേറെ വന്നിട്ടില്ല, ഒരു ദിവസം ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോ ഞാനപ്പോ അന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു, അതായത് ഇത് യേശുക്രിസ്തു എന്റെ രോഗം മാറ്റിയതാണ്. ഞാൻ സാക്ഷ്യം പറഞ്ഞാണ്. നീ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, രോഗത്തിന് ഇനി എന്റെ മേൽ ഈ രോഗത്തിന് എന്റെ മേൽ ഇനി അവകാശമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ അന്നത്തെ ഒരൊറ്റ ദിവസം മാത്രം വന്നുള്ളൂ. പിന്നെ അത് അങ്ങോട്ട്. നന്ദി കർത്താവ്, യേശുവിന്റെ നാമത്തിൽ. ബ്രദറെ, അത് പറഞ്ഞ പോലെ തന്നെ ആ രോഗം 15 വർഷം കൊണ്ടുണ്ട്. രോഗം മാറി. പിന്നെ അതിന്റെ അതായത് സിംറ്റമാണ്, ശരിക്കും പറഞ്ഞ രോഗമല്ല. പിശാച് പിന്നെയും ആ രോഗവുമായിട്ട് നമ്മളിലേക്ക് വരാൻ നോക്കുവാണ്. അപ്പൊ സഹോദരൻ പറഞ്ഞ കർത്താവ് യേശുവിൽ എനിക്ക് പൂർണ്ണ വചനം കൊണ്ട് അതിനെ വെട്ടി. കണ്ടോ, യേശു പറഞ്ഞു, ഒരുവൻ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിക്കണം. അപ്പൊ വചനം അങ്ങോട്ട് പറഞ്ഞോണം. വീണ്ടും യേശു ഒരുവന്റെ മേലെ ഭൂതം പുറത്തായാൽ പിന്നെയും കറങ്ങി നടക്കും. അത് നമ്മൾ ചൂടായിക്കോണം, തണുപ്പ് അന്വേഷിച്ച് നടക്കുമെന്നാണ് പറഞ്ഞത്. ഇനി എന്റെ മേൽ അവകാശമില്ല, എന്റെ മേൽ പോയത് ഇനി എന്റെ മേൽ പറഞ്ഞോണം. വചനം കൊണ്ട് അതിനെ ബന്ധിച്ചോണം കേട്ടോ. ഇനി മേല വരത്തില്ല കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എന്തോ പറഞ്ഞു. ബ്രദറെ, ഇന്ന് വൈകിട്ട് ഞാൻ നടക്കുമായിരുന്നു സന്ധ്യക്ക്. ഇങ്ങനെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ നടന്നു വന്നപ്പോ ഞാൻ എന്തെങ്കിലോ ഒന്ന് ചവിട്ടിയ പോലെ നോക്കിയപ്പോ ബ്രദറെ, അത് വലിയൊരു തേളായിരുന്നു. അതെന്നെ കടിച്ചില്ല. കർത്താവ് എന്നെ അതാ സൂക്ഷിച്ചു. ആ വചനം പറഞ്ഞു നടന്നു. കർത്താവ് എന്നെ സൂക്ഷിച്ചു ബ്രദറെ. നന്ദി കർത്താവ്. എന്ന് പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമുക്കൊരു അനർത്ഥമാകേണ്ട സ്ഥാനത്ത് സാക്ഷ്യം പറയുവാൻ ദൈവം സഹായിച്ചല്ലോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് സൂക്ഷിച്ച കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും? ബ്രദർ, ആക്ച്വലി ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് തലശ്ശേരിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വേണ്ടി സ്കൂട്ടറിൽ പോകുമായിരുന്നു, ഞാനും എന്റെ 13 വയസ്സുള്ള മോനും. അപ്പം എപ്പോഴും ഞാൻ ഈ വാഹനം സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പാട്ടും പാടി ആരാധിച്ചാണ് പോകുന്നത്, സ്തുതിച്ചുകൊണ്ടും ആരാധിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് പെട്ടെന്ന് ട്രെയിന് ടൈമായി. എങ്കിലും എന്റെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കും, ഞാൻ വളരെ സൂക്ഷിച്ച് ഓടിക്കും. എങ്കിലും ഇന്നലെ എന്റെ മുന്നിൽ ഓടിച്ചോണ്ടിരുന്ന ഓട്ടോ ഇനി ഓട്ടോ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയി. അപ്പൊ തൊട്ട് ബാക്കിൽ ഞാനുള്ളതുകൊണ്ട് അത് പോയത് അതിന്റെ പുറകെ ഞാനും പോയി. പക്ഷെ ഉടനെ ഒരു കാർ ഓപ്പോസിറ്റ് നിന്ന് വന്നു. ഒരു 1/4 ഫീറ്റ് പോലും ഇല്ല സ്ഥലം. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞു. ജീസസ് എന്ന് പറഞ്ഞ ഒച്ച ഇട്ടു. പെട്ടെന്ന് കാറുകാരന് എങ്ങനെ എടുത്തോ ലെഫ്റ്റിലോട്ടോ നമുക്ക് അറിയത്തില്ല. ഭയങ്കര വീലിലൊക്കെ സൗണ്ടായി. അങ്ങനെ അത്ഭുതമായിട്ട് ദൈവം നമ്മളെ വിടുവിച്ചു. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ആ സ്പോട്ടിൽ പോകേണ്ടതായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചനം, നിന്റെ കാലും കല്ലും തട്ടാത്ത വണ്ണം ദൂതന്മാർ എടുത്തുകൊള്ളും എന്ന് പറയുന്ന വചനം പോലെ ദൈവം ഇന്നലെ കാത്തു നമ്മളെ. നന്ദി കർത്താവ്. എന്ന് പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ വിലാപമാകേണ്ട ഭവനം, അനർത്ഥമാകേണ്ട ഭവനം
ദുഃഖമാകേണ്ട ഭവനം ഇന്ന് കർത്താവ് സൂക്ഷിച്ചു, അനർത്ഥത്തിലും ദൈവം വിടിവിച്ചു എന്ന് സാക്ഷ്യം പറയണം. അതുകൊണ്ട് ദൈവം നമ്മളെ വചനം പറഞ്ഞ് പൊതിഞ്ഞു പൊക്കോണം. എല്ലാവരും ഞാൻ പറഞ്ഞു ഒരനർത്ഥവും വരത്തില്ല, ഒരു ബാധയും നമ്മൾക്കറിയത്ത നമ്മളോർക്ക് ഈ വചനം പറഞ്ഞ വെറുതെ നല്ല പ്രിയർ, ഈ വചനം എന്നെ പൊതിയുവാണ്, വചനം നമുക്കൊരു പരിചയമാണെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഗോഡ് ബ്ലസ് യു സ്ട്രൈ. കർത്താവിന് വലിയ പ്ലാൻ ഉണ്ട് കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മോന്റെ പേര് ക്രിസ്റ്റഫർ എന്നായിരുന്നേ. മോനെ നവംബറില് ഡേറ്റ് ഓഫ് ബർത്ത് നവംബർ 11. അപ്പോ ഞാൻ ഇന്ന് രാവിലെ അന്വേഷ പ്രാർത്ഥനയില് പ്രാർത്ഥന വിഷയം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. വേണ്ടി പ്രാർത്ഥിക്കണം. ഏറ്റെടുത്ത സിസ്റ്റർ, കർത്താവിന്റെ നാമത്തിൽ അത് സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ക്രിസ്റ്റി എന്ന് പറഞ്ഞ അല്ലാതെ ക്രിസ്റ്റി വേറെ സിസ്റ്റർ കേട്ടോ, ക്രിസ്റ്റി എന്നുള്ളത്. തീർച്ചയായിട്ടും ദൈവം കർത്താവ് അത്ഭുതമാക്കി മാറ്റും. മറ്റാരെങ്കിലും എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ? കർത്താവ് യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ സകല കുടുംബങ്ങളുടെ മേലും ഓരോ ആ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, കുടുംബത്തിന്റെ അകത്ത് സമാധാനം ഉണ്ടാകട്ടെ, ഇടർച്ചകൾ മാറട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങളെ ഇത് നിർത്തുന്നു. സമയത്തിന്റെ മുന്നോട്ട് പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ നാളെ ഒരുമിച്ച് കൂടാൻ മറക്കരുത്. നമുക്കിനി നേരിൽ ഉള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് എല്ലാ യാത്രകളെയും, ഞാനും ഉൾപ്പെടെ എല്ലാവരും യാത്ര ചെയ്താണ് വരുന്നത്. പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്നുണ്ട്, അതെല്ലാം ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചോണം. യുദ്ധത്തെ ബന്ധിച്ച് പ്രാർത്ഥിച്ചോണം, അനർത്ഥങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിച്ചോണം. കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്, എല്ലാം നന്മയാക്കി ദൈവം മാറ്റും. ഓരോ പട്ടണത്തിലുള്ളവരെ നിങ്ങൾ ഒരുങ്ങുക, സുവിശേഷത്തിന് വേണ്ടി മുന്നേറി നിൽക്കുക. ആരെയും, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒന്നിനും മാറി നിൽക്കേണ്ട. ആരെയും നിങ്ങൾ സുവിശേഷ പ്രവർത്തനത്തിലേക്ക് കസരിടാനോ പ്രവർത്തിക്കാനോ ഒന്നും മാറി നിൽക്കേണ്ട. ചാടി യേശുക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മനോഭാവത്തിൽ വേണം എല്ലാം ചെയ്യാൻ. പൗലോസ് പറഞ്ഞ് തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമത്തിൽ ചെയ്യണം. ആമേൻ. ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണല്ലോ. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന മക്കൾ ഇന്ന് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറഞ്ഞാട്ടെ. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടത്തിരുന്നുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ.